മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തിലെ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഏകദേശം 5-6 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്കുകൾ ആണ് ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം, ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ലൈറ്റ് കാണിക്കുന്ന ഫിനോമിനാസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ഫിനോമിനാസ് ലൈറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, അതുപോലെ തന്നെ പോളറൈസേഷൻ, ഇൻ്റർഫറൻസ്, ഇങ്ങനെയുള്ള കുറേയധികം ഫിനോമിനാസ് നമുക്ക് ഈ പറയുന്ന ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മളിവിടെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. റിഫ്ലക്ഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ് റിഫ്ലക്ഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്ന്, അല്ലേ? എന്താ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാണ്. സോ ആ ഒരു സർഫസ് തട്ടിയിട്ട് ലൈറ്റ് എന്ത് ചെയ്യാണ്? അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ എന്ന് ജനറലി പറയുന്നത്. ഓക്കെ ആണോ? അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നു, അത് ആ മീഡിയത്തിലുള്ള ഒരു ബൗണ്ടറിയിൽ തട്ടിയിട്ട് തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യുന്ന, തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിഫ്ലക്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. സോ വെൻ ലൈറ്റ് ട്രാവലിംഗ് ഇൻ എ മീഡിയം എൻകൗണ്ടേഴ്സ് എ ബൗണ്ടറി ലീഡിംഗ് ടു എ സെക്കൻഡ് മീഡിയം, പാർട്ട് ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ് ഈസ് റിട്ടേൺ ടു ദ ഫസ്റ്റ് മീഡിയം ഫ്രം വിച്ച് ഇറ്റ് കെയിം. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. ഓർ അതിനേക്കാൾ എളുപ്പത്തിലുള്ള ഡെഫിനിഷനാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്ലക്ഷൻ ഈസ് ദി റിട്ടേൺ ഓഫ് ലൈറ്റ് ഇൻ ടു ദി ഒറിജിനൽ മീഡിയം ആഫ്റ്റർ സ്ട്രൈക്കിംഗ് എ സർഫേസ്. ഒരു സർഫസിൽ തട്ടിയിട്ട് എന്ത് ചെയ്യാണ്? വന്ന അതേ മീഡിയത്തിലേക്ക് തന്നെ ലൈറ്റ് റേ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ എന്ന് ജനറലി പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഒരു മീഡിയം, ഒരു സർഫസ് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ ഈ സർഫസിന്റെ തൊട്ട് മുകളിലുള്ള മീഡിയത്തിൽ നിന്ന് ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് കരുതുക. ലൈറ്റ് റേ വന്ന് ഈ മീഡിയത്തിൽ അല്ലെങ്കിൽ ഈ സർഫസിൽ പതിച്ചു. ആൻഡ് അങ്ങനെ പതിച്ചതിന് ശേഷം എന്താ ചെയ്യുന്നത്? അത് അതേ മീഡിയത്തിലേക്ക് തന്നെ, ഒറിജിനൽ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന്, റിട്ടേൺ ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? റിഫ്ലക്ഷൻ. സോ ലൈറ്റ് റേ എന്ത് ചെയ്യാണ്? അത് വന്ന അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിഫ്ലക്ഷൻ്റെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന നോക്കുക, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മീഡിയം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ താഴെ കാണുന്ന ഒരു ബൗണ്ടറി ആണെന്ന് കരുതുക. സോ ആ ബൗണ്ടറിയിലേക്ക് ലൈറ്റ് റേ വരികയാണ്. സോ വരുന്ന റേനെ നമ്മൾ എന്തെന്നാ പറയാ? ഇൻസിഡന്റ് റേ എന്നാ പറയാ. വരുന്ന ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നാണ് ജനറലി നമ്മൾ പറയുന്നത്. വരുന്ന റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യാണ്? തിരിച്ചു പോകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അങ്ങനെ തിരിച്ചു പോകുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? റിഫ്ലക്റ്റഡ് റേ എന്നാ പറയാ. റിഫ്ലക്റ്റഡ് റേ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്. 2 ടൈപ്പ് റേകളാണ് നമുക്ക് പറയാനുള്ളത്. അതായത് മീഡിയത്തിലേക്ക് ലൈറ്റ് റേ വരുന്നുണ്ട് എങ്കിൽ ആ ലൈറ്റ് റേനെ നമ്മൾ എന്തെന്നാ പറയാ? ഇൻസിഡന്റ് റേ എന്നും, അവിടെ തട്ടി തിരിച്ചു പോകുന്ന ലൈറ്റ് റേനെ നമ്മൾ എന്തെന്ന് പറയും? റിഫ്ലക്റ്റഡ് റേ എന്നുമാണ് ജനറലി പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒരു ടേം കൂടി ഉണ്ട്, നോർമൽ. അതായത് നമ്മൾ ആ ഒരു സർഫസ് പറഞ്ഞല്ലോ, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. നോർമൽ ടു ദി സർഫേസ്. ആ സർഫസിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവിടുത്തെ നോർമൽ ടു ദ സർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 റേകളാണ് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, നമുക്ക് 3 ലൈനുകളാണ് നമുക്ക് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഒന്നാമത്തെ ലൈൻ ആരാ? വരുന്ന റേ ആണ്. വരുന്ന റേനെ നമ്മൾ എന്തെന്ന് പറയാ? ഇൻസിഡന്റ് റേ എന്ന് പറയുന്നു. ദെൻ ഇവിടെ നിന്ന് തട്ടി തിരിച്ചു പോകുന്ന റേനെ നമ്മൾ എന്തെന്ന് പറയുന്നു? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നു. അതായത് നമ്മുടെ ബൗണ്ടറിയിൽ അല്ലെങ്കിൽ
അല്ലെങ്കിൽ സർഫസ് തട്ടിയിട്ട് തിരിച്ചു പോകുന്ന റേയിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നു. ഇനി ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ നോർമൽ ടു ദ സർഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, നോർമൽ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി നോക്കാം. ഇവിടെ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്നുണ്ടല്ലോ, ആ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അവിടെ ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്ന വിത്ത് മേക്കിംഗ് വിത്ത് ആൻ ആംഗിൾ വിത്ത് ദി നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർഫസുമായിട്ട് അല്ലെങ്കിൽ ബൗണ്ടറിയുമായിട്ട് ഇൻസിഡന്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, മറിച്ച് എന്താണ്, നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന നോർമലുമായിട്ട് ഇൻസിഡന്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക, സ്മോൾ ലെറ്റർ ഐ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണ് എങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റിഫ്ലക്റ്റഡ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R വെച്ചിട്ടാണ്. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് പറയാൻ പറ്റുക. ഒന്നാമത്തെ എന്താണ്, വരുന്ന റേയിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നു. ഇവിടെ തട്ടി തിരിച്ചു പോകുന്ന റേയിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നു. ഇനി ആ സർഫസിന് അല്ലെങ്കിൽ ബൗണ്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്ന, നോർമൽ ടു ദ സർഫേസ് എന്നാണ് പറയുന്നത്. ഇനി ആ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന് നമ്മൾ എന്തെന്ന് പറയും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന് നമ്മൾ എന്തെന്ന് പറയും, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ഇങ്ങനെ 5 ടേംസ് ആണ് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമല്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് 2 തരത്തിലാണ് റിഫ്ലക്ഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഞാൻ പറഞ്ഞു, ഒരു ബൗണ്ടറിയിൽ വന്ന് അല്ലെങ്കിൽ ഒരു സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? സോ അങ്ങനെയാണ് എങ്കിൽ 2 തരത്തിൽ നമുക്ക് റിഫ്ലക്ഷനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. 2 തരത്തിൽ ഏതൊക്കെയാ? ഒന്നാമത്തേത് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും, ഓർ സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്നും നമ്മൾ അതിനെ പറയാറുണ്ട്. റെഗുലർ ഓർ സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ ജനറലി പറയാറുണ്ട്. എന്താ റെഗുലർ എന്ന് പറഞ്ഞാൽ നോക്കാം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം എ സ്മൂത്ത് സർഫസ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ നിന്നാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എങ്കിൽ അതിന് നമ്മൾ എന്തെന്നാ പറയാ, റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്നാ പറയാ. നോക്കാം, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് കരുതാം. അതായത് വളരെ സ്മൂത്ത് ആയിട്ട് വേറെ ബൗണ്ടറിയിൽ വേറെ ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടെന്ന് കരുതുക. അവിടെ ലൈറ്റ് റേ വന്ന് പതിച്ചു. ലൈറ്റ് റേ വന്ന് പതിച്ചാൽ എന്ത് ചെയ്യും, അത് നേരെ തിരിച്ച് റിട്ടേൺ ബാക്ക് ചെയ്യും, തിരിച്ചു പോകും, അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഗുലർ റിഫ്ലക്ഷൻ ഓർ സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദി സർഫേസ്. ഏത് സർഫസിലാണ് വന്ന് പതിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സ്മൂത്ത് സർഫസിലാണ് വന്ന് പതിക്കുന്നത് എങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാൻ പറ്റും, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റും. റെഗുലർ റിഫ്ലക്ഷൻ. സ്മൂത്ത് സർഫസ് ആണ് എങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത നോക്കുക, അടുത്ത എന്താണ്, ഒരാൾ റെഗുലർ ആണ് എങ്കിൽ അടുത്ത ആൾ എന്തായിരിക്കും, ഇറഗുലർ ആയിരിക്കും. ഇപ്പൊ ഇറഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിഫ്ലക്ഷൻ ഫ്രം എ റഫ് സർഫസ് ഈസ് കോൾഡ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഒരു റഫ് ആയിട്ടുള്ള സർഫസിലാണ് ഈ പറയുന്ന റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഈ പേരുകളും ഓർത്തിരിക്കണം കേട്ടോ, ഇറഗുലർ ഓർ ഡിഫ്യൂസ്, അതുപോലെ തന്നെ റെഗുലർ ഓർ സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ സർഫസ് സ്മൂത്ത് ആണ് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. സർഫസ് സ്മൂത്ത് അല്ല എങ്കിൽ, അതായത് റഫ് സർഫസ് ആണ് എങ്കിൽ നമ്മൾ അതിന് എന്തെന്നാ പറയാ, ഇറഗുലർ ഓർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി അതിന്റെ ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. ഇപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ള സർഫസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്.
ഇപ്പൊ നോക്കുക, സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ലൈറ്റ് റേ വന്ന് പതിക്കുന്നു, അത് തിരിച്ചു പോകുന്നു. അടുത്ത ലൈറ്റ് റേ വന്ന് പതിക്കുന്നു, അത് തിരിച്ചു പോകുന്നു. അടുത്ത ലൈറ്റ് റേ വന്ന് പതിക്കുന്നു, അത് തിരിച്ചു പോകുന്നു. അടുത്ത ലൈറ്റ് റേ വന്ന് പതിക്കുന്നു, അത് തിരിച്ചു പോകുന്നു. അല്ലെ, ഇതാണ് നമ്മുടെ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ് എങ്കിൽ, ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ് എങ്കിൽ നമ്മൾ അതിന് എന്തെന്നാ പറയാ, റെഗുലർ റിഫ്ലക്ഷൻ ഓർ എന്തെന്ന് പറയും, സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇറഗുലർ റിഫ്ലക്ഷന്റെ കേസ് നോക്കാം. ഇറഗുലർ ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അപ്പൊ നമുക്കൊരു സർഫസ് ഇങ്ങനെയുള്ള ഒരു സർഫസ് ആണെന്ന് കരുതാം. അതായത് അതിന്റെ ബൗണ്ടറി മോൾ ഭാഗം എന്ന് പറയുന്ന കുറെ കുഴികളൊക്കെ ഉള്ള ഒരു സർഫസ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്തേക്കാണ് ലൈറ്റ് റേ വന്ന് പതിക്കുന്നത്. ഇവിടെ വന്ന് പതിച്ചു, ഇവിടെ വന്ന് പതിച്ചപ്പോൾ അത് ഇങ്ങടേക്ക് പോയി. അടുത്ത സർഫസ് ഇവിടെ വന്ന് പതിച്ചു, അത് വേറെ വഴിക്ക് പോയി. ദെൻ ഈ ഒരു ടിപ്പിൽ വന്ന് പതിച്ചു, അത് വേറെ വഴിക്ക് പോയി. അപ്പോൾ പല തരത്തിലേക്ക് എന്ത് സംഭവിക്കും, റിഫ്ലക്ഷൻ സംഭവിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത്തരത്തിലുള്ള റിഫ്ലക്ഷനെയാണ് നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് റഫ് ആണ് എങ്കിൽ ആ തരത്തിലുള്ള അല്ലെങ്കിൽ റഫ് സർഫസിൽ നടക്കുന്ന റിഫ്ലക്ഷനെയാണ് നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഇവിടെ തന്നെ നോക്കുക, ഈ വരുന്ന ഇൻസിഡന്റ് റേ വന്ന് പതിച്ചു, ഇവിടെയുള്ള റിഫ്ലക്റ്റഡ് റേ, ഇതിപ്പോ ഒന്നാമത്തെ കേസ്, ഒന്നാമത്തെ ലൈറ്റ് റേ വന്നു, ഇവിടെ വന്ന് പതിച്ചു, അത് ഇങ്ങടേക്ക് പോയി. രണ്ടാമത്തെ ലൈറ്റ് റേ വന്ന് പതിച്ചു, ഇങ്ങടേക്ക് പോയി. ഈ രണ്ട് ലൈറ്റ് റേയും തമ്മിൽ എന്താണ്, ദേ ആർ പാരലൽ ആണല്ലോ, അവ രണ്ടും പാരലൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ കേസ് നോക്കിയേ, ലൈറ്റ് റേ വന്ന് പതിച്ചു, ഒരെണ്ണം ഇങ്ങോട്ട് പോയി, അടുത്ത ഇവിടെ വന്ന് പതിച്ചു, അടുത്ത വേറെ വഴിക്കാൻ പോകുന്നത്. ഇത് രണ്ടും പാരലൽ ആണോ? അല്ല. പാരലൽ ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് റേ അല്ല നമുക്ക് എവിടെ കിട്ടുന്നത്, ഇറഗുലർ റിഫ്ലക്ഷന്റെ കേസിലേക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന റിഫ്ലക്ഷൻ രണ്ട് തരത്തിലാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുക. സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ് എങ്കിൽ റെഗുലർ എന്നും, റഫ് ആയിട്ടുള്ള സർഫസ് ആണ് എങ്കിൽ ഇറഗുലർ എന്നും നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി അവ തമ്മിലുള്ള ഒരു ജസ്റ്റ് ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. റെഗുലർ റിഫ്ലക്ഷൻ ഞാൻ പറഞ്ഞു, റെഗുലർ റിഫ്ലക്ഷൻ എവിടെയാണ് നടക്കുന്നത്, സ്മൂത്ത് ആയിട്ടുള്ള സർഫസുകളിലാണ് റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ occurs on smooth polished surfaces like mirrors or calm water. അതായത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പോളിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള സർഫസുകളിലൊക്കെ നടക്കുന്നത് എന്താണ്, റെഗുലർ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ. ഇനി അപ്പുറത്ത് നോക്കിയേ, ഇറഗുലർ നോക്കിയേ, ഹാപ്പൻസ് ഓൺ റഫ് ഓർ അൺഈവൻ സർഫേസസ് ലൈക്ക് പേപ്പർ, വാൾസ് ഓർ ക്ലോത്ത്. പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ടുള്ള പേപ്പറോ അങ്ങനെയുള്ള പേപ്പറുകളിലും മറ്റുമൊക്കെ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. കാരണം എന്താ, അതിന്റെ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് അല്ല, റഫ് സർഫസുകളാണ്. ഇപ്പൊ റഫ് സർഫസിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നത് എങ്കിൽ അതിന് നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ, എന്താണ്, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ റെഗുലർ റിഫ്ലക്ഷൻ നമ്മൾ മറ്റൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെക്യുലാർ റിഫ്ലക്ഷൻ. ഇപ്പൊ രണ്ട് തരത്തിലാണ് റിഫ്ലക്ഷൻ ഉള്ളത്, ഒന്ന് റെഗുലർ, മറ്റൊന്ന് ഇറഗുലർ. റെഗുലർ ആണ് എങ്കിൽ അത് എവിടെയാണ് നടക്കുന്നത്, സ്മൂത്ത് ആയിട്ടുള്ള സർഫസുകളിലാണ്. ഇറഗുലർ ആണെങ്കിൽ അത് എവിടെയാണ് നടക്കുന്നത്, ആ റഫ് ആയിട്ടുള്ള സർഫസുകളിലാണ് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഡിഫറൻസ് നോക്കാം. അടുത്ത നോക്കിയേ, ഇറ്റ് പ്രൊഡ്യൂസസ് എ ക്ലിയർ ആൻഡ് ഷാർപ്പ് ഇമേജ്. ഓക്കെ, റെഗുലർ റിഫ്ലക്ഷൻ ആണ് എങ്കിൽ അവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആണ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, മിററിലാണ് ഈ പറയുന്ന റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളിഷ് ചെയ്യപ്പെട്ടുള്ള ഒരു മിറർ. ഇപ്പൊ മിററിന് മുന്നിൽ നമ്മൾ പോയി നിൽക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ നല്ലൊരു ഇമേജ് അവിടെ കിട്ടുന്നില്ലേ, അല്ലേ? സോ എന്ത് പറയാൻ പറ്റും, ഇറ്റ് പ്രൊഡ്യൂസസ് എ ക്ലിയർ ആൻഡ് ഷാർപ്പ് ഇമേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പുറത്ത് എന്താവില്ല, ഒരു ക്ലിയർ ഇമേജോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഇമേജോ ഫോം ചെയ്യില്ല. നോ ഇമേജ് ഈസ് ഫോംഡ്. അവിടെ ഇമേജ് ഫോം ചെയ്യുന്നില്ല. എവിടെ, ഇറഗുലറിന്റെ കേസിൽ. റെഗുലർ ആവുമ്പോൾ എന്താണ്, അവിടെ ക്ലിയർ ആൻഡ് ഷാർപ്പ് ഇമേജ് ഫോം ചെയ്യും. ഇറഗുലറിന്റെ കേസിൽ എന്തുണ്ടാവില്ല, ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ ആണോ? ഇപ്പൊ രണ്ടാമത്തെ ഡിഫറൻസ് ആയി. ഇനി മൂന്നാമത്തെ നോക്കാം. ഇവിടെ നോക്കിയേ, ഓൾ റിഫ്ലക്റ്റഡ് റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഞാൻ തൊട്ട് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ, ഈ വരുന്ന ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ ലൈറ്റ് റേ വരുന്നു, ഇങ്ങടേക്ക് പോകുന്നു, അടുത്ത ലൈറ്റ് റേ വരുന്നു, അത് ഇങ്ങടേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഇതെല്ലാം എന്താണ്, പാരലൽ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എല്ലാ റിഫ്ലക്റ്റഡ് റേകളും പാരലൽ ആണ്. പക്ഷേ ഇറഗുലർ റിഫ്ലക്ഷന്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്, റിഫ്ലക്റ്റഡ് റേസ് ആർ സ്കാറ്റർ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. പല പല ഡയറക്ഷനുകളിലേക്ക് എന്ത് ചെയ്യും, അത് സ്കാറ്റർ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇമേജ് ഫോം ചെയ്യാത്തത്. ഓക്കെ. സോ ഈ പറയുന്ന ഡിഫറൻസ്, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഒരാൾ ഇവിടെ വന്ന് പതിക്കുകയാണ്, അത് ഇങ്ങടേക്ക് പോയി. അടുത്ത ആൾ വന്ന് പതിച്ചു, അത് വേറെ ഡയറക്ഷനിലേക്ക് പോയി. അടുത്ത ആൾ വന്നു, അത് വേറെ ഡയറക്ഷനിലേക്ക് പോയി. അടുത്ത ആൾ വന്നു, അത്
വേറെ എങ്ങോട്ടേക്ക് പോയി. അതൊരിക്കലും പാരലൽ അല്ല. പാരലൽ ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് റേസ് അല്ല നമുക്ക് എവിടെ കിട്ടുന്നത്, നമ്മുടെ ഇറഗുലർ റിഫ്ലക്ഷന്റെ കേസിലേക്ക് വരുന്നത്. അപ്പോൾ അതും അടുത്തൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓൾ റിഫ്ലക്റ്റഡ് റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആണ് എങ്കിൽ റെഗുലർ റിഫ്ലക്ഷന്റെ ക്രൈറ്റീരിയ ആണ്, അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, എല്ലാ റിഫ്ലക്റ്റഡ് റേകളും പാരലൽ ആയിട്ടാണ് പതിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, റിഫ്ലക്റ്റഡ് റേസ് ആർ സ്കാറ്റർ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. അത് പല ഡയറക്ഷനുകളിലേക്ക് എന്ത് ചെയ്യപ്പെടും, സ്കാറ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതാണ് റെഗുലറും ഇറഗുലർ റിഫ്ലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ, എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളത് പറഞ്ഞു. റിഫ്ലക്ഷൻ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്തിന്റെ ബേസിലാണ് തരംതിരിക്കുന്നത്, അവിടെ ലൈറ്റ് റേ വന്ന് പതിക്കുന്ന ബൗണ്ടറി എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. വരുന്ന ബൗണ്ടറി എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ബൗണ്ടറി ആണ് എങ്കിൽ ആ ബൗണ്ടറിയിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻ എന്തായിരിക്കും, റെഗുലർ റിഫ്ലക്ഷനുകളായിരിക്കും. ഇനി റഫ് ആയിട്ടുള്ള ബൗണ്ടറി ആണ് അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള സർഫസ് ആണ് എങ്കിൽ നമുക്ക് അത് അവിടെ നിന്ന് എന്താ കിട്ടുക, ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് കിട്ടുന്നത്. അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. ഓക്കെ, റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ നോക്കല്ലേ. സോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ കാര്യം നോക്കുക. രണ്ടാമത്തത്, ദ ഇൻസിഡന്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദി സെയിം പ്ലെയിൻ. നമ്മൾ നേരത്തെ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇൻസിഡന്റ് റേ പറഞ്ഞു, റിഫ്ലക്റ്റഡ് റേ പറഞ്ഞു, നോർമൽ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതിന് എന്ത് ചെയ്തു, ഒരു നോർമൽ വരച്ചു. ഈ നോർമൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻസിഡന്റ് റേ വന്ന് പതിക്കാമെന്ന് വിചാരിക്കാം. ഇതാണ് ഇൻസിഡന്റ് റേ. ഓക്കെ, അതിവിടെ തട്ടി എന്ത് ചെയ്തു, തിരിച്ചു പോയി, റിഫ്ലക്റ്റഡ് റേ ആയി. ഓക്കെ, ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഉണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്താ പറയുന്നത്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ഇൻസിഡന്റ് റേ, അതായത് ഇവിടെ ഉണ്ട് ഇൻസിഡന്റ് റേ ഉണ്ട്, ദെൻ റിഫ്ലക്റ്റഡ് റേ അതും ഇവിടെ ഉണ്ട്. അടുത്ത എന്താ, നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഇതാണ് നമ്മുടെ നോർമൽ എന്ന് പറയുന്നത്. ഈ 3 എവിടെയാണ്, ആർ ഇൻ ദി സെയിം പ്ലെയിൻ. 3 എവിടെയാണ്, ഒരേ പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. അതല്ലേ നമ്മളിവിടെ വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പമാണ്. എന്താ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദി സെയിം പ്ലെയിൻ. ഈ 2 റേയും നമ്മൾ വരയ്ക്കുന്ന നോർമലും എവിടെയാണ്, ഒരേ പ്ലെയിനിൽ തന്നെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരേ പ്ലെയിനിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്ലെയിൻ ഈസ് കോൾഡ് പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് എന്നാണ് നമ്മൾ ഈ ഒരു പ്ലെയിനെ പറയുന്നത്, ലൈറ്റ് റേ വന്ന് പതിക്കുന്ന പ്ലെയിൻ. ഓക്കെ, സോ ആ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ആരൊക്കെ ഉണ്ടാവുന്നത്, ഇൻസിഡന്റ് റേ ഉണ്ടാവുന്നത്, റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന നോർമൽ ഉണ്ടാവുന്നത്. സോ ഈ 3 ഒരേ പ്ലെയിനിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് പോയാലോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ഇവിടെ വന്ന് പതിക്കുന്ന ഈ ആംഗിൾ ഐ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ആറിന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് ഈക്വൽ ആയിരിക്കും. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ വന്ന് പതിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി ആണെന്ന് കരുതാം. അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന എവിടെ നിന്നാണ്, ഫ്രം നോർമൽ ആണ്. നോർമലിൽ നിന്നാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്, സർഫസിൽ നിന്നല്ല. ക്ലിയർ ആവുന്നുണ്ടോ? സർഫസിൽ നിന്നല്ല നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്, മറിച്ച് എവിടെ നിന്നാണ്, നമ്മൾ നോർമലിൽ നിന്നാണ് ആംഗിൾ എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ 2 കാര്യങ്ങളാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ടു ദ സർഫേസ്. ഈ 3 എവിടെയാണ്, ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? സോ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് വൺ മോർ തിങ്, ഈ
പ്ലെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ചോദ്യം വരാൻ സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ മാറിപ്പോകരുത്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ മാറിപ്പോകരുത്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ എന്താണ്, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദി സെയിം പ്ലെയിൻ. ഇതെല്ലാം എവിടെയാണ്, ഒരു പ്ലെയിനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഫോർ നോർമൽ ഇൻസിഡൻസ്, ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോർ നോർമൽ ഇൻസിഡൻസ്, എന്താ നോർമൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വന്ന് പതിക്കുന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇതായിരുന്നു നമ്മുടെ ഇൻസിഡന്റ് റേ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്ത് പോകും നമ്മൾ പറഞ്ഞു, ഐയും ആറും ഈക്വലാന്ന് പറഞ്ഞു. ഇനി നമ്മളോട് പറയാണ് നോർമലി വന്ന് പതിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സർഫസ് എന്ന് കരുതുക. അപ്പോൾ ഈ സർഫസിലേക്ക് നോർമലായിട്ട് നേരെ വന്ന് പതിക്കുകയെന്ന് വിചാരിക്കുക. നേരെ വന്നിട്ട് നമ്മുടെ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കും അവിടെ? ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേ അത് തന്നെയാണ് നമ്മുടെ നോർമലായിട്ട് നമുക്ക് പറയാൻ പറ്റുക, അല്ലെ? ഇൻസിഡന്റ് റേ തന്നെയാണ് നോർമലായിട്ട് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ലൈറ്റ് റേ വന്ന് നേരെ വന്ന് പതിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഇവിടെ എന്താ, നോർമലും ഇൻസിഡന്റ് റേയും സെയിം തന്നെയാണ്, അല്ലെ? നോർമലിലൂടെ തന്നെയാണ് വന്ന് ഈ ലൈറ്റ് റേ വന്ന് പതിക്കുന്നത്, ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. I 0 ഡിഗ്രി ആയിരിക്കും. I 0 ആണ് എങ്കിൽ അക്കോർഡിംഗ് ടു ലോസ് ഓഫ് റിഫ്ലക്ഷൻ R എന്തായിരിക്കും, അല്ലെ? R എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കില്ലടോ. എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ I 0 ആണെങ്കിൽ ആറും 0 ആയിരിക്കും. R 0 എന്ന് പറഞ്ഞാൽ എന്താ? അതേ പാതയിലൂടെ തന്നെ, അല്ലെങ്കിൽ അതേ പാത്തിലൂടെ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ നോർമൽ ഇൻസിഡൻസ് I ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും 0 ആണ് എങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? 0 ആയിരിക്കും. നോർമൽ ഇൻസിഡൻസ് നേരെ വന്ന് പതിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. വെൻ എ റേ ഓഫ് ലൈറ്റ് ഹിറ്റ്സ് എ മിറർ സ്ട്രെയിറ്റ് ഓൺ, that is perpendicularly or normally, it bounces back along the same path. അതേ പാത്തിലൂടെ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു പോകും. ഓക്കെ, അതേ പാത്തിലൂടെ തന്നെ തിരിച്ചു പോകും. അപ്പോൾ ലൈറ്റ് റേ വന്ന് പതിക്കുകയാണ്. ലൈറ്റ് റേ വന്ന് ഇവിടെ പതിച്ചു എന്ന് കരുതുക. ഓക്കെ, ലൈറ്റ് റേ ഇവിടെ വന്ന് പതിച്ചു, ഇങ്ങനെ വന്ന് ഇൻസിഡന്റ് ചെയ്തു. അതെന്താ ചെയ്യുക? വരുന്ന അതേ പാത്തിലൂടെ തന്നെ നേരെ തന്നെ തിരിച്ചു പോകും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോർമൽ ആയിട്ടാണ് വന്ന് പതിക്കുന്നത് എങ്കിൽ, അതായത് ഈ പറയുന്ന സർഫസിന്റെ നോർമലിലൂടെയാണ്, അല്ലെങ്കിൽ നേരെ വന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് പതിക്കുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? അതേ പാത്തിലൂടെ തന്നെ ലൈറ്റ് റേ ബാക്കിലേക്ക് റിഫ്ലക്ട് ചെയ്തു പോകും, ബാക്കിലേക്ക് തിരിച്ചു പോകും. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാവുന്ന കാര്യമാണ്. നേരെ വന്ന് പതിച്ചാൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, നേരെ വന്ന് പതിക്കുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കുമെന്നും ചോദ്യം വരാം. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ഇവിടെ 0 ആണ്. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? അതും 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാൻ പറ്റും. ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആർ ഒബേഡ് ഇൻ സ്പെക്യുലാർ റിഫ്ലക്ഷൻ. അതായത് റെഗുലർ റിഫ്ലക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റെഗുലർ റിഫ്ലക്ഷനെ ഒരു തരത്തിൽ കൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്ന റിഫ്ലക്ഷനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്പെക്യുലാർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി they do not hold in case of irregular or diffuse reflection. റെഗുലർ റിഫ്ലക്ഷനിൽ മാത്രമേ ഒബേ ചെയ്യുകയുള്ളൂ എന്ന് വെച്ചാൽ ഇറഗുലറിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുകയില്ല എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്.
ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റെഗുലർ റിഫ്ലക്ഷനെയും ഇറഗുലർ റിഫ്ലക്ഷനെയും ലോസ് ഓഫ് റിഫ്ലക്ഷൻ വെച്ച് വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ വാലിഡ് ആവുന്ന കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് റെഗുലർ റിഫ്ലക്ഷനുകളായിരിക്കും. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യാത്ത കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. നേരത്തെ നമ്മൾ ആ ഡയഗ്രാം പ്ലോട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവേണ്ടതാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഒക്കെ നമ്മൾ ഡയഗ്രാം പ്ലോട്ട് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഡയഗ്രാം പ്ലോട്ട് ചെയ്തപ്പോൾ എന്താ പറയുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തന്നെയാണ് ഓൾമോസ്റ്റ്. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്തല്ല, അങ്ങനെയല്ല. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈ നോട്ട് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ഒബേ ചെയ്യുന്നുണ്ട് എങ്കിലാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അവിടെ വാലിഡ് ആവുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ എന്തല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ല എവിടെ, ഇറഗുലറിൻ്റെ കേസിൽ. പക്ഷേ റെഗുലറിൻ്റെ കേസിൽ എന്താണ്, അങ്ങനെ തന്നെയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒബേസ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയാൻ പറ്റും. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തെന്ന് പറയാം, വിച്ച് ഡു നോട്ട് ഒബേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യാത്ത ടൈപ്പ് ഓഫ് റിഫ്ലക്ഷനുകളാണ് എന്തെന്ന് പറയുന്നത്, ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇറഗുലർ ഓർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ സ്പെക്യുലാർ ഓർ റെഗുലർ റിഫ്ലക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗം ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2-3 പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ റേ ഓഫ് ലൈറ്റ് strikes a smooth mirror at an angle of incidence 45 degree. What is the angle of reflection? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. എങ്ങനെയാ? നമുക്കറിയാം ഒരു സർഫസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സർഫസ് എന്ന് കരുതുക. അപ്പോൾ ഈ സർഫസിനകത്തേക്ക് നമ്മളൊരു നോർമൽ വരച്ചു. ദെൻ ഒരു ലൈറ്റ് റേ വന്ന് പതിക്കുന്നു എന്ന് കരുതുക. ഇൻസിഡൻറ്റ് റേ ആണ് ഈ വന്നതെന്ന് നമ്മൾ എഴുതും. ഇൻസിഡൻറ്റ് റേ ആണ്. സോ ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 45 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 45 ഡിഗ്രി ആണ്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇപ്പോൾ ലൈറ്റ് റേ വന്ന് പതിച്ചാൽ എന്ത് ചെയ്യും? അത് തിരിച്ചു പോകും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? റിഫ്ലക്റ്റഡ് റേ, ലൈറ്റ് റേ വന്നു പതിക്കുന്നു, അത് തിരിച്ചു പോകുന്നു, റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ നമ്മളുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഒബ്വിയസ്ലി എന്താണ് അത്? 45 ഡിഗ്രി തന്നെ ആയിരിക്കും. അക്കോർഡിംഗ് ടു ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? ഓക്കെ, സോ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ആൻസർ എത്രയാണ്? 45 ഡിഗ്രി തന്നെയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ? അടുത്ത പ്രോബ്ലം നോക്കാം. A ray of light makes an angle of 25 degree with the reflecting surface. Okay, a ray of light makes an angle of 25 degree with the reflecting surface. What is the angle of reflection? എന്തായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ഇവിടെ പറയുന്നത്? A ray of light makes an angle of 25 degree with the reflecting surface. Reflecting surface ആയിട്ട് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടത്? 25 ഡിഗ്രി ആംഗിൾ ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൗണ്ടറി അല്ലെങ്കിൽ നമ്മുടെ സർഫേസ് എന്ന് പറയുന്നത്. ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നുണ്ട്, ലൈറ്റ് റേ വന്ന് പതിച്ചു. ഞാൻ അതിനെന്ത് ചെയ്തു? ഒരു നോർമൽ വരച്ചു കേട്ടോ, ഒരു നോർമൽ വരച്ചു. ആൻഡ് ഇത് റിഫ്ലക്ട് ചെയ്ത് പോകും, സ്വാഭാവികമായിട്ടും റിഫ്ലക്ട് ചെയ്ത് പോകും. ഇനി ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ എന്താ? എ റേ ഓഫ് ലൈറ്റ് മേക്സ് ആൻ ആംഗിൾ 25 ഡിഗ്രി വിത്ത് ദി റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ഈ സർഫസുമായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. നേരത്തെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ്? എ റേ ഓഫ് ലൈറ്റ് മേക്സ് ആൻ ആംഗിൾ 25 ഡിഗ്രി വിത്ത് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ട് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്? 25 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയാം. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത്. ഈ താഴെ വരച്ചിട്ടുള്ളതാണല്ലോ നമ്മുടെ സർഫസ്. അപ്പോൾ ഈ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എത്ര എന്ന് പറയുന്നത്? 25 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 25 ഡിഗ്രി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളോട് പറയുന്നതാണ് വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. ഈ ആംഗിൾ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ടാസ്ക്. എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ ഇതിന് നമ്മൾ നോർമലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അല്ലേ ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ, ഇത് നമ്മുടെ സർഫസ് ആണ്. സോ ഈ സർഫസും അതുപോലെ തന്നെ നോർമലും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു റിഫ്ലക്റ്റഡ് റേ വന്നു എന്ന് കരുതുക. സോ റിഫ്ലക്റ്റഡ് റേ വരുമ്പോൾ ഈ ഒരു ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 25 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് അൺനോൺ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആംഗിൾ ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? എളുപ്പമല്ലേ? ടോട്ടൽ 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഇത് എക്സ് ആണ്. സോ 90 ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും എക്സ് പ്ലസ് 25 എന്ന് നമുക്ക് പറയാം അല്ലേ? ഈ 90 ഡിഗ്രിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താ വരിക? ഈ ഒരു ആംഗിൾ 25 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. ആരാണ് എക്സ് കണ്ടുപിടിച്ചുകൂടെ? എത്ര വരിക? എക്സ് ഇസ് ഈക്വൽ ടു 90 മൈനസ് 25 എന്ന് വരും. 90 മൈനസ് 25 എത്രയായിരിക്കും അതിന്റെ ആൻസർ വരിക? 90 മൈനസ് 25 65 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ ഇങ്ങനെയും മേ ബി ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡയറക്റ്റ് തന്നിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ? എ റേ ഓഫ് ലൈറ്റ് മേക്സ് ആൻ ആംഗിൾ 25 ഡിഗ്രി വിത്ത് ദി റിഫ്ലക്റ്റിംഗ് സർഫസ്. റിഫ്ലക്റ്റിംഗ് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തന്നിട്ടുള്ളത്. 25 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റി. 90 മൈനസ് ചെയ്താൽ മതി. കാരണം നോർമലും സർഫസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. അതിൽ സർഫസുമായിട്ട് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ മേക്ക് ചെയ്യുന്ന ആംഗിൾ 25 ആണ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ്? 65 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. എ റേ ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ നോർമലി ഓൺ എ മിറർ. ഓക്കെ. വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു, നോട്ടായിട്ട് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ ഇവിടെ ചോദ്യം? എ റേ ഓഫ് ലൈറ്റ് ഫാൾസ് നോർമലി ഓൺ എ മിറർ. ഒരു മിററിൽ നോർമലി വന്ന് പതിക്കുകയാണ് എന്ന് കരുതുക. നോർമലി വന്ന് പതിക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഇതാണ് നമ്മുടെ മിറർ എന്ന് കരുതുക. സോ ഈ മിററിനകത്തേക്ക് നേരെ വന്ന് പതിക്കുകയാണ്. ഓക്കെ, നേരെ വന്ന് അങ്ങ് പതിക്കുകയാണ്. അതായത് നോർമലിലൂടെ തന്നെ വരികയാണ്. അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു എന്താ സംഭവിക്കുക? അത് നേരെ അതേ പാത്തിലൂടെ തിരിച്ചു പോകും. അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരുന്നു? 0 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെ ആയിരിക്കുമല്ലോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എന്താ ഇവിടെ ആൻസർ വരിക? 0 ഡിഗ്രി ആൻഡ് 0 ഡിഗ്രി ആയിരിക്കും. എ റേ ഓഫ് ലൈറ്റ് falls normally on a mirror. What is the angle of incidence and angle of reflection? Angle of incidence ഉം angle of reflection ഉം എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എളുപ്പമല്ലേ? നേരെ വന്ന് പതിക്കുന്നു, അതേ പാത്തിലൂടെ തിരിച്ച് മുകളിലേക്കും പോകുന്നു, റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അത്ര തന്നെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതും. ക്ലിയർ ആണോ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ആൻസർ എന്താണ്? 0 ഡിഗ്രി. 0 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇഫ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് 50 ഡിഗ്രി, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? എളുപ്പമല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? സെയിം തന്നെ ആയിരിക്കില്ലേ? 50 ഡിഗ്രി തന്നെ ആയിരിക്കില്ലേ? സോ ആൻസർ എന്താണ്? ബി. ആൻസർ 50 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി. എ റേ ഓഫ് ലൈറ്റ് makes an angle of 10 degree with the mirror surface. What is the angle of reflection? A ray of light makes an angle of 10 degree with the mirror surface. What is the angle of reflection? Angle of reflection എന്താണെന്ന് ചോദിച്ചിട്ടില്ലേ? നേരത്തെ നമ്മൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ, അതായത് മിറർ ഉണ്ട്. ആ മിററിന് ഒരു നോർമൽ നമ്മൾ വരച്ചു. ആ നോർമലിലേക്ക് എന്ത് ചെയ്തു? ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നു. ആ ഇൻസിഡൻറ്റ് റേ നോർമലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ തിരിച്ച് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? എ റേ ഓഫ് ലൈറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 10 ഡിഗ്രി വിത്ത് ദ മിറർ സർഫസ്. മിറർ സർഫസുമായിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ലൈറ്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്?
10 ഡിഗ്രിയാണ്. ഇപ്പം മിററിന്റെ സർഫസ് ഇതാണല്ലോ, ഈ താഴത്തെയാണ് മിറർ സർഫസ്. വരുന്ന റേ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 10 ഡിഗ്രി ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് പറയാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ടോട്ടൽ 90 ആണ്. സോ ഇത് 80 വരും. സോ ഇത് 80 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതും എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അക്കോർഡിംഗ് ടു ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണോ അത് തന്നെയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്? 80 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എ റേ ഓഫ് ലൈറ്റ് മേക്സ് ആൻ ആംഗിൾ 10 ഡിഗ്രി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിട്ടുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. ഇനി അങ്ങനെയല്ല, സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെങ്കിൽ 90 മൈനസ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ചെയ്താൽ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, നോർമലി ആണ് വന്ന് പതിക്കുന്നത് എങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. A ray of light makes an angle of incidence 40 degree. What will be the minimum angle between the incident ray and the reflected ray? Incident rayയും reflected rayയും തമ്മിലുള്ള മിനിമം ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റുക? എ റേ ഓഫ് ലൈറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇതാണ് നമ്മുടെ സർഫസ്. ദെൻ നോർമൽ ഇവിടെ ഓൾറെഡി ഞാൻ പ്ലോട്ട് ചെയ്തു. ദെൻ വന്ന് പതിക്കുന്ന ലൈറ്റ് റേ ഇൻസിഡൻറ്റ് റേ ആണ്. ഇൻസിഡൻറ്റ് റേ ആണ് ഇത് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, ഇൻസിഡൻറ്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്. ഇത് നമ്മുടെ സർഫേസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ചോദ്യം എന്താ? എ റേ ഓഫ് ലൈറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ തന്നിട്ടുണ്ട്, എത്രയാണ്? 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 40 ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ ആംഗിൾ എത്രയായിരിക്കും? അതും 40 ഡിഗ്രി തന്നെ ആയിരിക്കുമല്ലോ, അക്കോർഡിംഗ് ടു ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദ മിനിമം ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ? ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള മിനിമം ആംഗിൾ എത്രയായിരിക്കും എന്നുള്ള ചോദ്യം. എത്രയായിരിക്കും? ഇത് 40 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. അപ്പോൾ ഇതിനിടയിലുള്ള ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള മിനിമം ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്, ടോട്ടൽ ആംഗിൾ ആണ്. അപ്പോൾ എത്രയാണ് വരിക? 40 + 40 എത്രയായിരിക്കും? 80 ആയിരിക്കും ആൻസർ വരുന്നത്. മനസ്സിലായോ? 80 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, so question ഇതാണ്. ray of light makes an angle of incidence 40 degree. What will be the minimum angle between the incident ray and reflected ray? ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള മിനിമം ആംഗിൾ എത്രയായിരിക്കും? അതെന്ന് പറയുന്നത് അതിന്റെ സം ആയിരിക്കുമല്ലോ അല്ലേ? ആ ആംഗിൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നോർമൽ ഉണ്ട് നടുക്ക്, ഇവിടുന്ന് ഒരാൾ വരുന്നു, ഇവിടുന്ന് ഒരാൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ആംഗിൾ തന്നിട്ടുണ്ട്, ഇത് എക്സ് ആണ് തന്നിട്ടുണ്ട്, ഇത് അപ്പോൾ എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് എക്സ് 2x ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള മിനിമം ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം ആംഗിൾ. സോ 80 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്ന കാര്യം. ക്ലിയർ ആണല്ലോ പ്രോബ്ലംസ്? ഓക്കെ, നമ്മൾ ഒപ്റ്റിക്സിനെ കുറിച്ചാണ്, ഒപ്റ്റിക്സിലെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. എന്താണ് റെഗുലർ ഇറഗുലർ റിഫ്ലക്ഷനുകൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്കാണ്. പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് മിററാണ്. മിറർ. ഓക്കെ, നമുക്കറിയാം റിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മിറർ എന്ന് പറയുന്നത് അല്ലേ? റിഫ്ലക്ഷൻ ഏറ്റവും അധികം നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലാബിലോ പ്രാക്ടിക്കലോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് മിറേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ എപ്പോഴും എന്താ പറയുക ഡിഫൈൻ ചെയ്യാറുള്ളത് അല്ലേ? സോ ആ മിററിനെ കുറിച്ചാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ മിറർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്മൂത്ത് പോളിഷ്ഡ് സർഫസ് ദാറ്റ് റിഫ്ലക്ട് ലൈറ്റ് ഫ്രം ലൈറ്റ് ടു ഫോം ഇമേജ്. ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് മിററിൻ്റെ ജോലി എന്ന് പറയുന്നത് അല്ലേ? അത്തരത്തിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസുകളാണ് നമ്മൾ മിററായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി റിഫ്ലക്ഷൻ ആണ് അല്ലേ? റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന നടത്തുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് മിറർ എന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റും. സോ ഇറ്റ് വർക്ക്സ് ബൈ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് റേസ് ബാക്ക് അക്കോർഡിംഗ് ടു ദി ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ എന്ത് ഒബേ ചെയ്യപ്പെടുന്നുണ്ട്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തുകൊണ്ട് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നൊരു മെറ്റീരിയലിനെയാണ് അല്ലെങ്കിൽ ഡിവൈസിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? മിറർ എന്ന് ജനറലി പറയാൻ പറ്റുന്നത്. ഓക്കെ, 2 ടൈപ്പിലാണ് നമ്മൾ മിററിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, 2 തരത്തിൽ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താ? ഒന്ന് പ്ലെയിൻ മിററാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ണാടി പോയി നോക്കല്ലേ, ഇപ്പോൾ അലമാരയിൽ മിറർ ഉണ്ടാകും, അല്ലെങ്കിൽ വാളിൽ നമ്മൾ മിറർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ മിററൊക്കെയാണ് നമ്മൾ പ്ലെയിൻ മിററായിട്ട് ജനറലി പറയുന്നത്. പ്ലെയിൻ മിറർ, അതായത് നമുക്ക് ഒബ്ജക്റ്റിനെ വൃത്തിക്ക് കാണാൻ കഴിയണം
ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. സോ പ്ലെയിൻ മിറർ. മറ്റെന്താണ്? സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. സ്ഫെറിക്കൽ മിറേഴ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്ഫെറിക്കൽ മിറേഴ്സ് ഇപ്പോൾ ഈ റോഡിൻ്റെ ഒക്കെ കർവ് വളവിലൊക്കെ ഒരു മിറർ വെച്ചിട്ടുണ്ടാകും. അതൊക്കെയാണ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സ്ഫെറിക്കൽ മിറേഴ്സിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയായിരിക്കും രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? യെസ്, ഒന്ന് കോൺവെക്സ് ആണ്, കോൺവെക്സ് മിററും സെക്കൻഡ് വൺ എന്താണ്? കോൺകേവ് മിററുമാണ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് മിററുകളാണ്. ഒന്ന് പ്ലെയിൻ മിറർ, മറ്റൊന്ന് കോൺവെക്സ്, മറ്റൊന്ന് കോൺകേവ്. അങ്ങനെ 3ആയിട്ട് നമുക്ക് മിറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിനെ കുറിച്ചുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പ്ലെയിൻ മിറർ, അതിനായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ലോസ്, കുറച്ച് ഇക്വേഷൻസ്, എങ്ങനെ ഇമേജ് ഫോം ചെയ്യുമെന്നുള്ളതൊക്കെ നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ കോൺകേവ്, കോൺവെക്സ് എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുക, അവിടുത്തെ നമ്മൾ പാലിക്കേണ്ടുന്ന റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് വൺ പ്ലെയിൻ മിറർ ആണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം എ പ്ലെയിൻ മിറർ. ഇപ്പോൾ പ്ലെയിൻ മിറർ നമുക്കറിയാം. പ്ലെയിൻ മിറർ എന്താ? നമ്മുടെ കണ്ണാടിയിലൊക്കെ മീൻസ് അലമാരയിലൊക്കെ ഉണ്ടാവുന്ന മിറർ ഇല്ലേ, കണ്ണാടി നമ്മൾ പറയുന്നൊരു സാധനം. സോ അതാണ് പ്ലെയിൻ മിററായിട്ട് നമ്മൾ ഫേസ് ഒക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഈ എന്താ പറയുക ബ്യൂട്ടി കിറ്റിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ചെറിയ മിറർ. സോ അത് പ്ലെയിൻ മിററാണ്. പ്ലെയിൻ സർഫസിലുള്ള ഒരു മിററാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അതേ സൈസുള്ള ഇമേജാണ് നമുക്ക് അപ്പുറത്ത് കിട്ടുന്നത് അല്ലേ. അത് ചെറിയ അല്ലെങ്കിൽ എന്നേക്കാൾ ഇപ്പം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണെങ്കിൽ എന്നേക്കാൾ ചെറിയൊരു ഇമേജ് അല്ല അവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്നേക്കാൾ വലിയൊരു ഇമേജും അല്ല കിട്ടുന്നത്. ആക്ച്വലി എൻ്റെ സൈസ് എന്താണോ അതേ സൈസിലുള്ള ഒരു ഇമേജാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും. എന്ത് പ്രോപ്പർട്ടി? ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഹാവ് സെർട്ടൈൻ പ്രോപ്പർട്ടീസ്. ഒരു പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജുകൾക്ക് ചില പ്രോപ്പർട്ടികളുണ്ട്. അതിലൊരു പ്രോപ്പർട്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ്? കണ്ണാടിയുടെ മുമ്പിൽ ഞാനാണ് പോയി നിൽക്കുന്നതെങ്കിൽ ഞാനാണ് അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇമേജാണ് അല്ലെങ്കിൽ എൻ്റെ രൂപത്തെയാണ് നമ്മൾ അവിടെ ഇമേജ് എന്ന് പറയുന്നത് ആണല്ലോ. സോ എൻ്റെ അതേ സൈസിലുള്ള ആളെയാണ് എനിക്ക് അപ്പുറത്ത് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങളാണ് പോയി നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ അതേ സൈസിലുള്ള ആളെയാണ് നിങ്ങൾക്ക് അപ്പുറത്ത് കിട്ടുന്നത് ആണല്ലോ. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. സോ നമുക്കൊന്ന് പറയാൻ പറ്റും. എന്താണ്? ഇമേജ് ഫോംഡ് ബൈ ദ സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഈക്വൽ ടു ദി സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. സൈസ് എന്ന് പറയുന്നത് സെയിം ആണ്. എൻ്റെ അതേ സൈസിലുള്ള ഇമേജാണ് എനിക്ക് അവിടെ കിട്ടുക. അപ്പോൾ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റും സൈസ് ഓഫ് ദി ഇമേജും സെയിം ആണ്. എവിടെ? പ്ലെയിൻ മിററിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്. കോൺവെക്സും കോൺവേവും ഒക്കെ വരുമ്പോൾ ഇതിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ പ്ലെയിൻ മിററിൽ സൈസ് ഓഫ് ദി ഇമേജ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഒരു പ്രോപ്പർട്ടി ആയി. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി നിങ്ങൾ നോക്കാം. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്, അവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു. നിങ്ങൾ കുറച്ച് ബാക്കോട്ടേക്ക് മാറി, കുറച്ച് ബാക്കിലേക്ക് നീങ്ങി, ഇമേജ് എന്ത് ചെയ്യും? കുറച്ച് ബാക്കിലേക്ക് പോകും അല്ലേ. കുറച്ചും കൂടി ബാക്കിലേക്ക് പോയി. അപ്പോൾ എന്താ? ഇതേപോലെ തന്നെ ഇമേജ് വീണ്ടും കുറച്ചുകൂടി ബാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ആ ഡിസ്റ്റൻസ്, അതായത് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചുകൊണ്ട്, അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം മാറുന്നതിനനുസരിച്ചുകൊണ്ട് ഇമേജിലേക്കുള്ള ദൂരം എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി കൂടി പറയാം. ദ ഇമേജ് ഇൻ എ മിറർ അപ്പിയേഴ്സ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ദി മിറർ ആസ് ദി ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് അല്ലേ. ഒബ്ജക്റ്റ് എവിടെയാണോ നിൽക്കുന്നത് അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്. ഒബ്ജക്റ്റ് കുറച്ച് ബാക്കിലേക്ക് മാറി, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്, ഞാൻ കുറച്ച് ബാക്കിലേക്ക് മാറി, ഇമേജ് എന്ത് ചെയ്യും? കുറച്ചുകൂടി ബാക്കിലേക്ക് പോകും. ഞാൻ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു, ഇമേജ് എന്ത് ചെയ്യും? കുറച്ചുകൂടി മുന്നിലേക്ക് വരും. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി പറയാൻ പറ്റും. ദ ഇമേജ് ഇൻ എ മിറർ അപ്പിയേഴ്സ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ദി മിറർ ആസ് ദി ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതിൻ്റെ മുന്നിൽ ഒബ്ജക്റ്റ് എവിടെയാണോ നിൽക്കുന്നത് അതേ ദൂരത്ത് തന്നെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ഫ്രം ദി മിറർ ടു ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി മിറർ ടു ഇമേജ് അല്ലേ. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും ഇമേജിലേക്കുള്ള ദൂരവും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കുക. ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. ഞാൻ ഇത് താഴേന്ന് പ്രോപ്പർട്ടി പറഞ്ഞു വരുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സൈസിന്റെ കാര്യവും അതുപോലെ തന്നെ ഡിസ്റ്റൻസിന്റെ കാര്യം. ഇനി ഈ ഒരു കാര്യം, ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറയാം. എന്താ ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിൽക്കുന്നതിനാണ് നമ്മൾ ഇറക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കുകയാണെന്ന് കരുതാം. നിങ്ങളെ തല കീഴായിട്ടുള്ള ഇമേജ് അല്ലല്ലോ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ നേരെയാണ് നിൽക്കുന്നതെങ്കിൽ നേരെയുള്ളൊരു ഇമേജ്, ഇനി നിങ്ങൾ തല കുത്തിയാണ് നിൽക്കുന്നതെങ്കിൽ തല കുത്തനെയുള്ളൊരു ഇമേജ് അല്ലേ. എന്ന് വെച്ചാൽ നേരെയുള്ള എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത് ഒബ്ജക്റ്റ് ഉള്ളത് അതേപോലെ തന്നെയായിരിക്കും ഇമേജും ഫോം ചെയ്യുന്നത്. സോ അങ്ങനെ നിവർന്ന് നിൽക്കുന്നതിനാണ് നമ്മൾ ഇറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറക്റ്റ് ഇമേജ് ആണ്.
ഇനി അടുത്ത എന്താണ്? വിർച്വൽ ഇമേജ് ആണ്. എന്താ വിർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജനറലി വിർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പാണ് ഇമേജിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഒന്നുകിൽ വിർച്വൽ അല്ലെങ്കിൽ റിയൽ. വിർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിഥ്യ എന്നാണ് നമ്മൾ പറയാം. മിഥ്യ രൂപം അല്ലെങ്കിൽ മിഥ്യ പ്രതിബിംബം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ മിഥ്യ എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ആ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഇമേജ് ആണെന്ന് വിചാരിക്കാം. ഒരു ഇമേജിനെ സ്ക്രീനിൽ നമുക്ക് വരുത്താൻ കഴിയില്ല. അത്തരത്തിലുള്ള ഇമേജുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഒരു സ്ക്രീൻ, ഇപ്പോൾ കണ്ണാടീൻ്റെ ഉള്ളിലുള്ള ഇമേജിനെ ഞാൻ കണ്ണാടീൻ്റെ ബാക്കിൽ ഒരു സ്ക്രീൻ കൊണ്ടുവച്ചാൽ കിട്ടില്ലല്ലോ. കണ്ണാടീൻ്റെ ഉള്ളിലുള്ള ഒരു ഇമേജിനെ ഒരു സ്ക്രീനിൽ എനിക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇമേജുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഒരു സ്ക്രീനിൽ പ്ലേസ് ചെയ്യാൻ കഴിയാത്ത, ഒരു സ്ക്രീൻ ഉപയോഗിച്ച് കാണിക്കാൻ കഴിയാത്ത ഇമേജുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഇറക്റ്റ് ഇമേജ് എന്താണ്? നേരെ നിൽക്കുന്നത്, നിവർന്ന് നിൽക്കുന്നത്. എങ്ങനെയാണോ ഒബ്ജക്റ്റ് ഉള്ളത് അതേപോലെ തന്നെ ഇമേജും ഉണ്ടാകും. ഓക്കെ, അത്തരത്തിലുള്ള ഇമേജുകളെയാണ് നമ്മൾ ഇറക്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടിയാണ്. പ്ലെയിൻ മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഒരു പ്ലെയിൻ മിറർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇമേജ് ഫോം ചെയ്യിക്കുന്നത് എങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത എന്താണ്? സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഇമേജ് ആയിരിക്കും. ഒബ്ജക്റ്റിന്റെ സൈസ് എന്താണോ അതേ സൈസ് തന്നെയായിരിക്കും ഇമേജും ഫോം ചെയ്യുന്നത്. മൂന്നാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ആ ഡിസ്റ്റൻസിന്റെ കേസ് ആയിരുന്നു അല്ലേ? ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരം എത്രയാണോ അതേ ദൂരം തന്നെയായിരിക്കും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുള്ള കാര്യം ഓർത്താൽ മതി. നമ്മൾ ബാക്കോട്ട് പോകുമ്പോൾ ഇമേജ് കുറച്ചുകൂടി ബാക്കോട്ട് പോകും, നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ഇമേജ് കുറച്ചുകൂടി മുന്നിലേക്ക് വരും. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഈ മൂന്നാമത്തെ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് യൂണിറ്റി. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതായത് സൈസ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. മാഗ്നിഫിക്കേഷൻ നമ്മൾ എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എം ഈക്വൽ ടു HI/HO എന്നുള്ളതാണ് ഇക്വേഷൻ. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1 ആണ്. മാഗ്നിഫിക്കേഷൻ യൂണിറ്റി ആയിരിക്കും. യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ മിററിന്റെ കേസിൽ 1 ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? പ്ലെയിൻ മിറർ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മാഗ്നിഫിക്കേഷൻ 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എന്താ മാഗ്നിഫിക്കേഷൻ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ബട്ട് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്ന കൂട്ടത്തിൽ ഇതുകൂടി ആഡ് ചെയ്യണം തോന്നി. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. പ്ലെയിൻ മിറർ ആണ് എങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. വിർച്വൽ, ഇറക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. പ്ലെയിൻ മിററിന്റെ കേസിൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും, അതുപോലെ തന്നെ ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റ് രണ്ട് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ നോളജിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. സൈസിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും കാര്യം. ഓക്കെ, സോ മാഗ്നിഫിക്കേഷനും ആ ഇമേജിൻ്റെ ഫീച്ചർ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക് എന്താ? നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ പ്ലെയിൻ മിറേഴ്സ് ആണ്. പ്ലെയിൻ മിററുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഇമേജുകൾ ഫോം ചെയ്യിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. നിങ്ങൾ ബാർബർ ഷോപ്പിലൊക്കെ പോകുമ്പോഴേ നമ്മൾ അവിടെ എന്താ പറയുക, നമ്മൾ മുടി വെട്ടാൻ വേണ്ടി കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിലൊരു മിറർ ഉണ്ടാവും, ഫ്രണ്ടിലൊരു മിറർ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബാക്ക് സൈഡ് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലൊരു മിററും രണ്ട് മിററുകൾ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ നമ്മളെ കാണാൻ പറ്റും. നമ്മുടെ തല ബാക്ക് സൈഡ് കാണാൻ പറ്റും, ഫ്രണ്ട് കാണാൻ പറ്റും. അങ്ങനെ കുറേ ഉള്ളിലേക്ക് നമ്മൾ കുറേ കാണാൻ പറ്റും അല്ലേ? ആ ഒരു സാധനമാണ് നമ്മളിവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. 2 പ്ലെയിൻ മിറർ നമ്മൾ ഉപയോഗിക്കുന്നു. 2 പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഇതാണ് നമ്മൾ പ്ലെയിൻ മിറർ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു മിറർ ഉണ്ട്, അടുത്തൊരു മിറർ ഞാൻ ഇങ്ങനെ വെച്ചു.
ഓക്കെ, ഇപ്പോൾ 2 മിററുകൾ ഞാൻ പ്ലേസ് ചെയ്തു. ഈ 2 മിററുകൾ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എത്ര ഇമേജ് ഫോം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണല്ലോ. ആംഗിൾ ബിറ്റ്വീൻ ദി മിറേഴ്സ്, 2 മിററുകൾ പ്ലേസ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇമേജിൻ്റെ എണ്ണം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആംഗിളിൻ്റെ അളവ് എത്രയാണ്, അത് വെച്ചിട്ടാണ് എത്ര ഇമേജ് ഫോം ചെയ്യുമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആവുണ്ടോ? സോ ഇഫ് an object is held between 2 or more plane mirrors, multiple virtual images are formed. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബാർബർ ഷോപ്പിന്റെ കേസ് ഞാൻ പറഞ്ഞു. നമ്മൾ പോയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്, നമ്മൾ കസേരയിൽ ഇരിക്കുന്നു, ബാക്കിൽ ഒരു മിറർ ഉണ്ടാവും, ഫ്രണ്ടിൽ ഒരു മിറർ ഉണ്ടാവും. പക്ഷേ ഫ്രണ്ടിലുള്ള മിററിലൂടെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലേക്ക് കുറേ നമ്മളെ കാണാൻ പറ്റും അല്ലേ? സോ അത് എത്ര ഇമേജുകൾ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, 2ഓ അതിലധികമോ മിററുകൾക്ക് ഇൻ ബിറ്റ്വീൻ നമ്മൾ വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് കരുതുക. ഞാൻ ഒരു മിറർ ഇവിടെ വെച്ചു, അടുത്ത മിറർ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഈ രീതിയിൽ ഞാൻ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ 2 പ്ലെയിൻ മിററുകൾക്കിടയിൽ ഒരു ഒബ്ജക്റ്റ് ഞാൻ പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ഇമേജുകൾ ഫോം ചെയ്യുമെന്നുള്ളതാണ് നമ്മളുടെ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഇമേജുകൾ ഫോം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നോക്കുക, ദ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 പ്ലെയിൻ മിറേഴ്സ് വിച്ച് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ ഈ ഒരു ആംഗിൾ θ° ആണ് എങ്കിൽ, ഓക്കെ, ഒരു θ° ആംഗിളിലാണ് നമ്മൾ 2 മിററുകൾ പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ മുന്നിലാണ് നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് വെക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഫോം ചെയ്യുന്ന ഇമേജുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഇമേജസ് n ഈക്വൽ ടു എന്ന് പറയാം 360 ഡിവൈഡഡ് ബൈ 360° divided by theta minus 1 or 360° divided by theta എന്ന് നമുക്ക് പറയാൻ പറ്റും. 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്നുകിൽ 360 by theta minus 1 or 360 by theta. തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ആ മിററുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് ആ മിറർ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ ആ തീറ്റ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ നമ്പർ ഓഫ് ഇമേജസ് ഫോം ചെയ്യുന്ന എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം വരും, 2 ഇക്വേഷൻ ഉണ്ട്, ഏതാണ് ഉപയോഗിക്കേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്. 360 by theta minus 1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇഫ് എപ്പോ 360 by theta എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ് എങ്കിൽ 360 ഡിവൈഡഡ് ബൈ ആംഗിൾ എത്രയാണോ ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ് എങ്കിൽ, ഇരട്ട സംഖ്യ ആണ് എങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? 360° by theta minus 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈവൻ നമ്പർ ആണ് എങ്കിൽ 360° by theta minus 1. ഓഡ് നമ്പർ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 360 divided by theta എന്ന് എഴുതാം. ഓക്കെ, സോ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ്. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. എങ്ങനെ ചോദിക്കാം? ഇപ്പോൾ 2 മിററുകൾ ഒരു 90° നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റും. 2 മിറേഴ്സ് 90° നമ്മൾ പ്ലേസ് ചെയ്യുന്നു. 90° ആണ് അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവിടെ എത്ര ഇമേജ് ഫോം ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? n ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ θ മൈനസ് 1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കുക ആദ്യം. ഓക്കെ, ഇപ്പോൾ നോക്കുക, 360 by θ എത്രയാണ്? 90° ആണല്ലോ. സോ 360 ഡിവൈഡ് ബൈ 90 മൈനസ് 1. ഇപ്പോൾ 360 by 90 എത്രയാണ് വരിക? 360 360 by 90. ഓക്കെ, 36 by 9 വരും. അപ്പോൾ 4 വരും അല്ലേ? 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ഇതാ ഉപയോഗിക്കേണ്ടത്. സോ 4 - 1 3 ഇമേജുകളായിരിക്കും ഫോം ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? 2 മിററുകൾ 90° ആംഗിളിൽ പ്ലേസ് ചെയ്ത് അതിന് മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇമേജ് ഫോം ചെയ്യും? 3 ഇമേജുകളായിരിക്കും ഫോം ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് ഇമേജസ് 360 by θ മൈനസ് 1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എപ്പോൾ 360 by θ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ് എങ്കിൽ, 360 by ആംഗിൾ എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 360 by θ മൈനസ് 1 ചെയ്യണം. ഓക്കെ, ഇനി അങ്ങനെയല്ല, 360 by θ എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ആ നമ്പറിന് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഓക്കെ, നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ എന്നുള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 പ്ലെയിൻ മിറേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് an angle of 60°. The total number of images formed of an object placed between them.
അല്ലേ? അതായത് രണ്ട് മിററുകൾ നമ്മൾ എത്ര ആംഗിൾ വെച്ചു, നമ്മൾ എത്ര ഡിഗ്രിയിലാണ് വെച്ചത്? 60 ഡിഗ്രി ഡിഫറൻസിൽ രണ്ട് പ്ലെയിൻ മിറേഴ്സ് നമ്മൾ പ്ലോട്ട് വെച്ചു. അങ്ങനെയാണ് എങ്കിൽ അവിടെ എത്ര ഇമേജ് ഫോം ചെയ്യും, അതിനിടയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇമേജ് ഫോം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ എന്താ വരിക? നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, n ഈക്വൽ ടു എന്താണ്? 360 ഡിവൈഡ് ബൈ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ, തീറ്റ -1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 60 എത്രയാണ് വരിക? നമുക്ക് 6 വരും. 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -1 ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഇക്വേഷൻ അങ്ങനെയായിരുന്നല്ലോ. ഈവൻ നമ്പർ ആണ് എങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഈവൻ നമ്പർ ആണ് എങ്കിൽ 360 ബൈ തീറ്റ -1 ആയിരിക്കണം. ഇഫ് 360 ബൈ തീറ്റ ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 360 ബൈ തീറ്റ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ് എങ്കിൽ -1 ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വരിക? 360 ബൈ തീറ്റ 60 എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്ന് കിട്ടിയപ്പോൾ 6 -1 എത്രയാണ് വരിക? 5 നമ്പർ ഓഫ് ഇമേജസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. 5 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ 5. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, 2 പ്ലെയിൻ മിറേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി. ഹൗ മെനി ഇമേജസ് വിൽ ബി ഫോംഡ് വെൻ ആൻ ഒബ്ജെക്ട് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം? 40 ഡിഗ്രി ആണ് രണ്ട് ആംഗിളുകൾക്ക്, രണ്ട് മിററുകൾക്കിടയിലുള്ള ആംഗിൾ എങ്കിൽ അവിടെ എത്ര ഇമേജ് ഫോം ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കുക, എന്താ ആൻസർ വരിക? 360 ഡിവൈഡഡ് ബൈ തീറ്റ -1 ഓർ 360 ഡിവൈഡഡ് ബൈ തീറ്റ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക്, അല്ല ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. 360 മൈനസ് തീറ്റ 360 ബൈ തീറ്റ -1 എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ സാധനം എന്താവണം? ഈവൻ നമ്പർ ആവണം. ഇത് ഓഡ് നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വെച്ച് നിർത്താൻ പറ്റും. അപ്പോൾ നോക്കുക, ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി ആണ്. ചെയ്ത് നോക്കുക, എന്താ വരിക? 360 ഡിവൈഡ് ബൈ എന്താ വരിക? 360 ഡിവൈഡ് ബൈ തീറ്റ ആദ്യം ചെയ്യുക. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രി അല്ലേ? 360 ഡിവൈഡ് ബൈ 40. ഇതും കട്ട് ചെയ്തു. 36-ൽ 4 എത്ര ഉണ്ട്? 9 തവണ ഉണ്ട്. 9 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. നമുക്ക് പിന്നെ മൈനസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ ആണ് എങ്കിൽ 360 ബൈ തീറ്റ, ഈവൻ നമ്പർ ആണെങ്കിൽ 360 ബൈ തീറ്റ -1. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ പ്ലെയിൻ മിറേഴ്സിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്നുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല, ബട്ട് പറഞ്ഞപ്പോൾ അതുകൂടി പറയാമെന്ന് വെച്ചു. നമുക്ക് എന്ത് ചെയ്യാം? യൂസ്ഡ് ആസ് കുക്കിംഗ് ഗ്ലാസ് ഇൻ സോളാർ കുക്കർ. സോളാർ കുക്കറിലൊക്കെ നമുക്ക് പ്ലെയിൻ മിററാണ് നമ്മൾ കുക്കിംഗ് ഗ്ലാസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സൺലൈറ്റ് അതിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ടാണ് അവിടെ വെക്കുന്ന പാത്രം എന്താവുന്നത്? ചൂടാവുന്നത്. പിന്നെ അടുത്ത് എന്താ? യൂസ്ഡ് ഇൻ മെനി ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ബീം ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ബീമിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്ലെയിൻ മിറേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈറ്റ് റേ വരുന്നു, അതിൻ്റെ ഡയറക്ഷൻ വേറൊരു പാത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലെയിൻ മിറേഴ്സ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്ന കാര്യം ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ 1 ആണ്, ഓൾവേസ് 1 ആയിരിക്കും. അതുപോലെ ഇമേജ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ എങ്ങനെ രണ്ട് പ്ലെയിൻ മിററുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഇമേജസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. 360 ബൈ തീറ്റ -1, 360 ബൈ തീറ്റ. ഈവൻ നമ്പർ ആണ് എങ്കിൽ 360 ബൈ തീറ്റ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ് എങ്കിൽ 360 ബൈ തീറ്റ -1 എന്നുള്ള ഇക്വേഷനും, 360 ബൈ തീറ്റ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ അങ്ങനെ തന്നെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇക്വേഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന കാര്യം ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മുടെ പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ പ്ലെയിൻ മിറർ എന്താണെന്നുള്ളത് പറഞ്ഞു, അവിടെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്, ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ സ്ഫെറിക്കൽ മിറേഴ്സ് നമ്മൾ പറഞ്ഞു 2 തരത്തിലാണുള്ളത്. ഒന്ന് കോൺകേവ് ആണ്, മറ്റൊന്ന് കോൺവെക്സ് മിറേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറർ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. So spherical mirrors is a part of a round surface and usually has a curved circular edge. There are 2 types, concave and convex. അപ്പോൾ സ്ഫെറിക്കൽ മിറേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു സർക്കുലാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ഫെറിക്കൽ മിറേഴ്സ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ
ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ, 2 പാർട്ടുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എടുക്കുന്നതിനാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ്. അപ്പോൾ ഒരു സ്ഫിയറിൻ്റെ 2 ഭാഗങ്ങൾ, ആ 2 ഭാഗങ്ങൾ നമ്മൾ എടുക്കുന്നതിനാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് ആയിട്ട് നമ്മൾ ജനറലി പറയുന്നത്. അപ്പോൾ 2 ടൈപ്പാണ് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ കോൺകേവും കോൺവെക്സും എന്താണെന്നുള്ളത് നോക്കാം. If light reflects from the curved inner side of a spherical mirror, it is called a concave mirror. ഒരു കോൺകേവ് മിററിന്റെ കേർവ്ഡ് ഇന്നർ സർഫസ് ആണ്, ഇന്നർ സൈഡ് ആണ് റിഫ്ലക്ട് ചെയ്യിക്കുന്നത് എങ്കിൽ, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? കോൺകേവ് മിറർ എന്നാണ് പറയുന്നത്. കോൺകേവ് മിറർ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനൊരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു മിറർ ഉണ്ടെന്ന് കരുതാം, ഒരു സ്ഫിയർ ആയിട്ടുള്ള സ്ഫെറിക്കൽ മിറർ ഉണ്ടെന്ന് കരുതാം. അതിൻ്റെ ഇന്നർ സർഫേസ്, അതായത് ഈ ഭാഗം ഇതാണല്ലോ ഇന്നർ പോർഷൻ എന്ന് പറയുന്നത്, ഇത് ഇന്നർ പോർഷൻ, ഇത് ഔട്ടർ സർഫസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഇന്നർ സർഫസ് ആണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നത്. ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു പോർഷനാണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നത് എങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? കേർവ്ഡ് ഇന്നർ സർഫസ് ആണ്, ഇന്നർ സൈഡാണ് റിഫ്ലക്ട് ചെയ്യിക്കുന്നത് എങ്കിൽ അത് കോൺകേവ് മിറർ എന്നാണ് നമ്മൾ പറയുന്നത്. കോൺകേവ്. ഇനി അടുത്ത് നോക്കുക. ഇഫ് ലൈറ്റ് റിഫ്ലക്ട്സ് ഫ്രം ദി ഔട്ടർ കേർവ്ഡ് സർഫേസ് ദാറ്റ് ബൾജസ് ഔട്ട്വേർഡ്, പുറത്തേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഇതല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാലോ. ഇങ്ങനൊരു പോർഷൻ ആണ്. അപ്പോൾ ലൈറ്റ് റേ വരുന്നു, ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യാണ്? റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിന് എന്തെന്നാ പറയാ? കോൺവെക്സ് മിറർ എന്നാ പറയാ. ക്ലിയർ ആണോ? കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് റിഫ്ലക്ട്സ് ഫ്രം ദി കേർവ്ഡ് ഇന്നർ സൈഡ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ. ഒരു സ്ഫെറിക്കൽ മിററിന്റെ കേർവ്ഡ് ഇന്നർ സർഫേസ് ആണ് അല്ലെങ്കിൽ ഇന്നർ സൈഡ് ആണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാണ് പറയുക? അത് കോൺകേവ് മിറർ എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. ഇനി കോൺവെക്സിലേക്ക് വരികയാണെങ്കിൽ എന്താണ്? ഇഫ് ലൈറ്റ് റിഫ്ലക്ട്സ് ഫ്രം ദി ഔട്ടർ കേർവ്ഡ് സർഫേസ്, പുറത്തുള്ള കേർവ്ഡ് സർഫസിൽ നിന്നാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ പറയുക? അതിനെ നമ്മൾ കോൺവെക്സ് മിറർ എന്നാണ് പറയുന്നത്. കോൺകേവും കോൺവെക്സും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയഗ്രമാറ്റിക് വ്യൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹോളോ സ്ഫിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പോർഷനാണ് നമ്മുടെ ഒരു സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഇന്നർ സർഫസ് ആണ് ലൈറ്റ് തട്ടി തിരിച്ചു വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് മിറർ എന്നാണ് പറയുന്നത്. ഇനി ഈ ഔട്ടർ സർഫസ് ആണ്, ഈ സൈഡാണ്, ഈ ഔട്ടർ സർഫസ് ആണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നതെങ്കിൽ നമുക്കത് എന്ത് പറയാം? കോൺവെക്സ് മിറർ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്. ഓക്കെ അല്ലേ? എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ദെൻ അവിടെ സ്ഫെറിക്കൽ മിറേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേമുകളുണ്ട്, കുറച്ച് ബേസിക് ടേംസ് നമുക്ക് നോക്കാനുണ്ട്. ആ ടേമുകളിലേക്ക് പോവാം. ഒന്നാമത്തത് പോളാണ്. ദ പോൾ. പോൾ എന്ന് പറഞ്ഞാൽ എന്താ? പോൾ ഈസ് ദി മിഡ് പോയിന്റ്. അതായത് ഈ മിറർ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ, ഒരു മിറർ നമ്മൾ വരയ്ക്കുകയാണ്, ഒരു കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് മിറർ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. ആ മിററിൻ്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോയിന്റ്, ഇപ്പോൾ ഇതാണ് അതിൻ്റെ പോളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി മറ്റേ മിറർ ആണ് എങ്കിൽ, കോൺവെക്സ് കോൺകേവിൽ അടുത്ത ടൈപ്പ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഈ ഒരു പോർഷൻ, അതിൻ്റെ സെൻട്രൽ പോർഷൻ, മിററിൻ്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവിടുത്തെ പോൾ എന്ന് പറയുന്നത്. പി വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പോൾ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി മിറർ ഓർ ദി ജിയോമെട്രിക് സെൻറ്റർ ഓഫ് ദി സ്ഫെറിക്കൽ സർഫേസ് എന്നൊക്കെ പറയാൻ പറ്റും. സോ മിഡ് പോയിന്റ് ഓഫ് ദി മിറർ ആണ്, മിററിൻ്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ അവിടുത്തെ പോളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? പോള്. ഓക്കെ. ദെൻ അടുത്തത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് ദി സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ സ്മോൾ സെഗ്മെന്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മിറർ നമ്മൾ മുറിച്ചെടുക്കുന്ന എവിടുന്ന? ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു മിററിൽ നിന്നാണ് നമ്മൾ കോൺകേവും കോൺവെക്സും നമ്മൾ മുറിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ഫെറിക്കൽ സർഫസിന് എന്തുണ്ട്? സ്ഫെറിക്കൽ മിററിന് ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടാവുമല്ലോ. ആ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പോൾ എന്ന് പറയുന്നത് നമ്മുടെ മിററിൻ്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ പോളായിട്ട് നമ്മൾ പറയുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് മിറർ എവിടെ നിന്നാണോ നമ്മൾ എടുത്തിട്ടുള്ളത്, അതായത് ഒരു സ്ഫെറിക്കൽ മിററിൽ നിന്നാണ് കോൺകേവ് കോൺവെക്സ് മിററുകൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ആ സ്ഫെറിക്കൽ മിററിൻ്റെ സ്ഫെറിക്കൽ പോർഷൻ്റെ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഹോളോ സ്ഫെറിക്കൽ സർഫേസ് എന്ന് പറയുന്നത്. ആ സ്ഫെറിക്കൽ സർഫസിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളൊരു കോൺകേവ് മിറർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ആ മിററിൻ്റെ സെൻട്രൽ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ മിററിൻ്റെ
മിഡ് പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ഇനി ആ മിറർ എവിടെ നിന്നാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ സ്ഫെറിക്കൽ സർഫസ് ഉണ്ടല്ലോ, ആ സ്ഫെറിക്കൽ സർഫസിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പുറത്തേക്ക് നോക്കിയാലും അത് തന്നെ അല്ലെ. ഇപ്പുറത്ത് എന്താ, ഇത് നമ്മളൊരു കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് അല്ലെ, ഇത്രയും ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ മിററിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. കോൺവെക്സ് മിററിന്റെ പോള്, മിററിന്റെ മിഡ് പോയിന്റ് ആണ് പോൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, അത് എവിടെ നിന്നാണോ നമ്മൾ എടുത്തിട്ടുള്ളത്, ഏത് സ്ഫെറിക്കൽ സർഫസിൽ നിന്നാണോ നമ്മൾ മിററിനെ അടർത്തി മാറ്റിയിട്ടുള്ളത് ആ സ്ഫെറിക്കൽ സർഫസിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ പോളും സെന്റർ ഓഫ് കർവേച്ചറും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പോൾ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ദി മിറർ ആണ്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് സ്ഫിയറിൽ നിന്നാണോ, ഏത് സ്ഫെറിക്കൽ പാർട്ടിൽ നിന്നാണോ നമ്മൾ മിറർ എടുത്തിട്ടുള്ളത് ആ സ്ഫെറിക്കൽ പാർട്ടിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ രണ്ട് ടേംസ് ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. സ്ഫെറിക്കൽ സെന്റർ ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ പോളും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ടേമിലേക്ക് പോവാം. അടുത്ത ടേം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു, എന്താണ്, സെന്റർ ഓഫ് കർവേച്ചറും പറഞ്ഞു, പോളും പറഞ്ഞു അല്ലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിറർ എന്ന് കരുതുക, ഇതിനൊരു പോൾ ഉണ്ട്, ദെൻ ആ മുറിച്ചെടുത്ത ഭാഗത്തിനൊരു സെന്റർ ഓഫ് കർവേച്ചർ സി ഉണ്ട്. അപ്പോൾ ഈ സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. The principal axis is the line passing through the center of curvature C and the pole. Center of curvature ലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ്. Okay, so principal axis is the line passing through the center of curvature C and the pole. പോളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൂന്ന് ടേംസ് ആയി, പോള്, സെന്റർ ഓഫ് കർവേച്ചർ, പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണ് എങ്കിൽ the radius of curvature ആണ് അടുത്തത്. radius of curvature is the distance between pole and center of curvature. ഒരു മിററിന്റെ പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ. ക്ലിയർ ആണോ? റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണെന്നുള്ളത് ഓക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നാല് കാര്യങ്ങൾ. ഒന്നാമത്തത് പോള്. പോള് എന്ന് പറഞ്ഞാൽ എന്താ, മിറർ ഉണ്ട്, മിററിന്റെ മിഡ് പോയിന്റ് പോള്. സെന്റർ ഓഫ് കർവേച്ചർ എന്താ, മിറർ എവിടുന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഒരു സ്ഫെറിക്കൽ സർഫസ് എന്നാണ്. ആ സ്ഫെറിക്കൽ സർഫസിന്റെ സെന്റർ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ സ്ഫെറിക്കൽ സർഫസിന്റെ സെന്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. നാലാമത്തെ ടേം എന്താണ്, നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ, ഈ പിയും സിയും തമ്മിലുള്ള, പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ആൾ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത്. നാലാളെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ, അത് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. പോള്, സെന്റർ ഓഫ് കർവേച്ചർ, പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ലൈന് പ്രിൻസിപ്പൽ ആക്സിസ്, ദെൻ പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള അകലത്തിന് നമ്മൾ എന്തെന്ന് പറയും, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് എങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് വിത്ത് എ കോൺകേവ് മിറർ all rays are parallel to the principal axis pass through a single point F after reflection. ഒരു കോൺകേവ് മിററിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ ഇമേജിലേക്ക് ഒന്ന് പോവാം. ഒരു കോൺകേവ് മിററിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺകേവ് മിററിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് റേ വരികയാണ് എങ്കിൽ എന്താ സംഭവിക്കുക, ലൈറ്റ് റേ ഇതിന് പാരലൽ ആയിട്ട് വരുന്നു, അതൊരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ എന്ത് ചെയ്യും, കടന്നു പോകും. ആ പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. തട്ടി തിരിച്ചു വരും, റിഫ്ലക്ഷൻ ആണല്ലോ മിററിൽ നടക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് റേ വരുന്നു, ആ ലൈറ്റ് റേ തട്ടി തിരിച്ചു പോവുകയാണ് കോൺകേവ് മിററിന്റെ കേസിൽ. അപ്പോൾ ആ തിരിച്ചു പോകുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത്. എങ്ങനെ വരുമ്പോൾ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ലൈറ്റ് റേ വരുന്നത് എങ്കിൽ അതൊരു പെർട്ടിക്കുലർ പോയിന്റിലൂടെയാണ് കടന്നു പോവുക. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേം എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്ന കാര്യമാണ്. പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ മുന്നേ എന്തൊക്കെ പറഞ്ഞു, പോൾ എന്താണെന്നുള്ളത് പറഞ്ഞു, അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചർ എന്താണെന്നുള്ളത് പറഞ്ഞു, റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണെന്നുള്ളത് പറഞ്ഞു. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു.
ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് എന്താണ് എന്നുള്ളതാണ്. ഫോക്കസ് ഇവിടെ നമ്മൾ കൊടുത്ത ഡെഫിനിഷൻ നോക്കുക. വിത്ത് എ കോൺകേവ് മിറർ all rays parallel to the principal axis pass through a single point F after reflection. ഒരു കോൺകേവ് മിറർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കോൺകേവ് മിറർ ആണ് എങ്കിൽ ആ കോൺകേവ് മിററിന്റെ എല്ലാ റേകളും എങ്ങനെ വരുന്ന റേകൾ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേകളെല്ലാം തന്നെ ഒരു പോയിന്റിലൂടെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്തു പോവുക. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺകേവ് മിററിന്റെ ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോൺകേവ് മിറർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഒരു കോൺകേവ് മിറർ ഉണ്ട്. സോ ഈ കോൺകേവ് മിററിന്റെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരച്ചു. അതിന് ഒരു പോൾ ഉണ്ട്, ദെൻ ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് ഓൾ റേസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറഞ്ഞത് അല്ലേ. എല്ലാ റേകളും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് റേ വരികയാണെന്ന് വിചാരിക്കുക. ഒരു ലൈറ്റ് റേ വന്നു, അതെന്ത് ചെയ്യും, ഇവിടെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും. ഉറപ്പല്ലേ, റിഫ്ലക്ഷൻ ആണല്ലോ മിററിൽ നടക്കുന്നത്. അപ്പോൾ റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പോൾ അടുത്തൊരു റേ വന്നു, അതിവിടെ തട്ടി അതേ പോയിന്റിലൂടെ റിഫ്ലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺകേവ് മിററിന്റെ കേസിലാണ്. കോൺവെക്സിൻ്റെ കേസ് നമ്മൾ പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ കോൺവെക്സിൻ്റെ കേസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കോൺകേവ് മിററിലേക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേകളെല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, പ്രിൻസിപ്പൽ ഫോക്കസ്. സോ പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ കേസ് ഓഫ് കോൺകേവ് മിറർ പറഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, കോൺവെക്സിന്റെ കേസ് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. കോൺവെക്സിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, കോൺവെക്സിന്റെ കേസിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ സർഫസ് വരച്ചിട്ടുണ്ടായിരുന്നത്. കോൺവെക്സിൽ അതിൽ ഈ പാർട്ടാണ് എന്ത്, നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. അപ്പുറത്തെ ഭാഗത്താണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ഇങ്ങനെ വരുന്നു, ലൈറ്റ് റേ വരുന്നു, ഇവിടെ ഒരു പോൾ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്തു, പോൾ ഉണ്ട്, അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ലൈറ്റ് റേ വന്നു, പതിക്കുന്നു, അതെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകും. അടുത്ത ലൈറ്റ് റേ വരുന്നു, അതും വരുന്നു, എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്തു വരയ്ക്കും. അപ്പോൾ ഇവിടെ കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ കേസ് ഓഫ് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്ത പോയിന്റ്, അടുത്ത ടേം എന്താ, ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Focal length f of the mirror is the distance between the pole and principal focus. അപ്പോൾ ഇതാണ് പോളും ഫോക്കസും തമ്മിലുള്ള, പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് കോൺവെക്സിന്റെ കേസാണ്. കോൺകേവിന്റെ കേസിൽ എങ്ങനെയാണ് വരിക, അപ്പോൾ ഇതാണ് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ്, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് കരുതുക. സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, പോൾ ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് റേ വന്നു, എന്ത് ചെയ്തു, ഒരു പോയിന്റിലൂടെ പോയി, പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു, ഒരു പോയിന്റിലൂടെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ഫോക്കസും അതുപോലെ തന്നെ പോളും തമ്മിലുള്ള ഈ ഒരു ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫോക്കൽ ലെങ്ത് എഫ്. ക്ലിയർ ആവുന്നുണ്ടോ, ഫോക്കൽ ലെങ്ത്. സോ ഫോക്കൽ ലെങ്ത് എഫ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. സോ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. പോളും പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം ദ അപ്പർച്ചർ ആണ്. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി പാർട്ട് ഓഫ് മിറർ ദാറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ്. ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന പാർട്ട്, ഇതാണ് നമ്മുടെ ഒരു മിററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ മിററിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ് നമ്മൾ മിററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പർച്ചർ എന്ന് പറയുന്നതും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ടേമാണ്. ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്ന സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിററിന്റെ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പർച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ, അപ്പർച്ചർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മുടെ മിററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ടേംസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആൾ എന്താണ്, പോൾ ആണ്. എന്താണ് പോൾ, നമ്മൾ പറഞ്ഞു മിററിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സെന്റർ ഓഫ് കർവേച്ചർ ആണ്. നമ്മൾ മിറർ എടുക്കുന്ന എവിടെ നിന്നാണ്, ഒരു സ്ഫെറിക്കൽ സർഫസ് എന്നാണ്. ആ സ്ഫെറിക്കൽ സർഫസിന്റെ അല്ലെങ്കിൽ സ്ഫിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലൈൻ പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ ആണ്.
പോളിനെയും അതുപോലെ തന്നെ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളെന്താ, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിലെ ഉള്ള സെന്റർ ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ പോളും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ. മിററിന്റെ പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ കേസ് ഓഫ് കോൺകേവ് മിറർ ആണ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ്, ഓൾ റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പാസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേകളെല്ലാം തന്നെ ഒരു പോയിന്റിലൂടെ റിഫ്ലക്ട് ചെയ്ത് വരും. ആ റിഫ്ലക്ട് ചെയ്ത് വരുന്ന കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. കോൺവെക്സിന്റെ കേസിൽ എന്താണെന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്ത എന്താണ്, ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് എന്താ, പോൾ ഉണ്ട് നമുക്ക്, ഈ എല്ലാം കൂടി വരുന്ന ഒരു പോയിന്റ് പ്രിൻസിപ്പൽ ഫോക്കസും ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസും പോളും തമ്മിലുള്ള അകലത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ഓർത്ത് വെച്ചോളുക. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, അപ്പർച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. എന്താ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ, ലൈറ്റ് വന്ന് പതിക്കുന്ന പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പർച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അപ്പർച്ചർ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മിററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ടേമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒപ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അതിൽ റിഫ്ലക്ഷൻ്റെ കുറേ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ മിററുകളെ കുറിച്ച് പറഞ്ഞു, പ്ലെയിൻ മിറർ എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കേസാണ് നമ്മളവിടെ വരുന്ന പ്രധാനപ്പെട്ട ടേമുകളൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകാം. ഇനി നമുക്ക് നോക്കാനുള്ളത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമുക്കറിയാം. സാധാരണ നമ്മൾ ഒരു ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഒരു സൈഡിലേക്ക് പോസിറ്റീവ്, ഒരു സൈഡിലേക്ക് നെഗറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്, അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ അതേ സൈൻ കൺവെൻഷൻ നമുക്ക് ഇവിടെ മിറേഴ്സിൻ്റെ കേസിൽ നമുക്ക് മിറേഴ്സിൻ്റെയും അതുപോലെ തന്നെ ലെൻസിൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സൈൻ കൺവെൻഷനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോർ മിറേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, കോൺകേവ് മിറർ ഉണ്ട്. കോൺകേവ് മിറർ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ, ഇതാണ് കോൺകേവ് മിറർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, ഒരു പോൾ ഉണ്ട്, ദെൻ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, ഇവിടെ ഫോക്കൽ ലെങ്ത് എഫ് ഉണ്ടെന്ന് കരുതുക. ഞാൻ ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്, ഓക്കെ, ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഫിസിക്സിൽ റേ ഡയഗ്രം പ്ലോട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് റേ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. അത് ലെൻസിൻ്റെ കേസ് ആവട്ടെ, മിററിൻ്റെ കേസ് ആവട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ കൺവെൻഷനലി ചെയ്തു വരുന്നൊരു കാര്യമാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും എന്ത് റേ ഡയഗ്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എപ്പോഴും അധികവും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ സൈഡിലായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരുന്നോളൂ. ഓക്കെ, സോ അതിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ നമ്മുടെ എന്താ പറയുക സൈൻ കൺവെൻഷൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സൈൻ കൺവെൻഷൻ നമുക്ക് നോക്കിയാൽ ഇതാണ് നമ്മുടെ ഒരു സൈൻ കൺവെൻഷൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ സെൻട്രലിൽ മിറർ വെച്ചു എന്ന് വിചാരിക്കുക. മിററിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം, മുകളിലോട്ട് എടുക്കുന്ന വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. മിററിൽ നിന്ന് താഴേക്ക് എടുക്കുന്ന വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കണം, ലെഫ്റ്റിലേക്ക് എടുക്കുന്ന വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. റൈറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇത് വരച്ചു, സെൻട്രൽ ഒറിജിൻ അല്ലെങ്കിൽ 0, ഇങ്ങോട്ട് 1 2 3 എന്നൊക്കെ പറഞ്ഞ് വരയ്ക്കും, മുകളിലേക്ക് 1 2 3 എന്ന് വരയ്ക്കും. ഈ ലെഫ്റ്റിലേക്ക് വരയ്ക്കുമ്പോൾ എന്താ -1 -2 -3 എന്ന് വരയ്ക്കും. ഇങ്ങോട്ടേക്കോ താഴേക്ക് -1 -2 -3. ഇപ്പോൾ നോക്കുക, താഴേക്കും അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും നെഗറ്റീവാണ്, റൈറ്റിലേക്കും മുകളിലേക്കും എന്താണ് പോസിറ്റീവാണ്. നമ്മൾ സാധാരണ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യുമ്പോൾ വരയ്ക്കുന്ന സൈൻ കൺവെൻഷൻ അങ്ങനെയാണ്. അതേ സാധനം തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ മിററിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ പോസിറ്റീവ്, മിററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്, മിററിൻ്റെ താഴേക്കാണെങ്കിൽ നെഗറ്റീവ്, മിററിൻ്റെ മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, അതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫോക്കൽ ലെങ്ത്, ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോക്കൽ ലെങ്ത്തിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺകേവിൻ്റെ കേസിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കോൺകേവിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫോക്കൽ ലെങ്ത്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേകളെല്ലാം തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസും പോളും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അതേ കാര്യം നമ്മൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ഒബ്ജക്റ്റിനെ തൽക്കാലം OB എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു.
സോ ഒബ്ജക്റ്റിൽ നിന്ന് ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഇതാണല്ലോ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്, അതിന് പാരലായിട്ട് ലൈറ്റ് റേ വരുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്, അതൊരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞു. പെർട്ടിക്കുലർ പോയിന്റിലൂടെ ആ പോയിന്റിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞു. ഈ ഒരു ദൂരത്തിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഫോക്കൽ ലെങ്ത് എഫ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇതാണല്ലോ നമ്മുടെ മിറർ എന്ന് പറയുന്നത് അല്ലേ, ഈ സെൻട്രൽ പോർഷൻ ആണ് മിറർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണല്ലോ നമ്മൾ റീഡിങ് എടുക്കുന്നത് അല്ലേ, ലെഫ്റ്റിലേക്കാണല്ലോ നമ്മുടെ ഫോക്കസ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ നോക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ സാധനം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. മിററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നോക്കുക, കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് മിറർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് മിററിന്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോളാം. കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മിററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് എങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇപ്പുറത്തെ കേസ് നോക്കുക. ഇപ്പുറത്തെ കേസ് നമ്മൾ എന്താ, കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററിൽ ഞാൻ പറഞ്ഞു, ഇവിടെ തന്നെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു, OB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വെച്ചു എന്ന് കരുതുക. ലൈറ്റ് റേ വന്നു, അതെന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് പോവുക ചെയ്യുക. ഇങ്ങോട്ട് വന്നു, അതും റിഫ്ലക്ട് ചെയ്ത് പോവുക ചെയ്യുക. ഇവിടെ വന്നു, റിഫ്ലക്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെവിടെയും കൂട്ടിമുട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് എക്സ്ട്രാ പൊളൈറ്റ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ പൊളൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ, ഇവിടെ ഒരു പോയിന്റിൽ വരും. സോ ആ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടുത്തെ ഫോക്കസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അവിടുത്തെ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ പോളും ഫോക്കസും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഈ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് നോക്കുക. ഇവിടെയാണല്ലോ മിററിന്റെ പോള്, ഇവിടെ നിന്ന് ഇങ്ങടേക്കല്ലേ, റൈറ്റിലേക്കല്ലേ. അപ്പോൾ നോക്കുക, റൈറ്റിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്, പോസിറ്റീവ് വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കോൺകേവിൻ്റെത് നെഗറ്റീവ് ആയിരിക്കും. നോക്കുക, കോൺകേവ് അല്ലേ, അപ്പോൾ കോൺകേവിൻ്റെ എന്താണ്, നെഗറ്റീവ് ആയിരിക്കും ഫോക്കൽ ലെങ്ത് വരുന്നത്. കോൺവെക്സിൻ്റെത് എന്താണ്, കോൺവെക്സിൻ്റെത് പോസിറ്റീവ് ആയിരിക്കും വാല്യൂ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോളണം. ഒരു കോൺകേവ് മിററിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. കോൺവെക്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഇതാണ് കാർട്ടീഷ്യൻ കൺവെൻഷൻ വെച്ച് നമ്മൾ സൈൻ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂൾസിലേക്ക് പോകാൻ പറ്റും. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നോക്കുക. ദ ഡയഗ്രംസ് ആർ ഡ്രോൺ വിത്ത് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് റേ ട്രാവലിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഞാൻ പറഞ്ഞു കൺവെൻഷനലി നമ്മൾ ചെയ്യുന്ന റൂളാണത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും ഇൻസിഡൻറ്റ് റേ എപ്പോഴും നമ്മൾ ഡ്രോ ചെയ്യാറുള്ളത്, വരയ്ക്കാറുള്ളത്. ഓക്കെ, രണ്ടാമത്തത്, ദ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ബൈ ടേക്കിംഗ് ദ വേർട്ടെക്സ് ആസ് ദി ഒറിജിൻ. വേർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളിനെയാണ് നമ്മൾ വേർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോളായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും മെഷർമെൻ്റ് എല്ലാം നമ്മൾ എടുക്കുന്നത്. അത് നമ്മളിവിടെ കണ്ടു, ഫോക്കൽ ലെങ്ത് എടുത്ത സമയത്ത് കണ്ടു. ഇവിടെ നെഗറ്റീവും ഇപ്പുറത്ത് പോസിറ്റീവും വന്നത് നമ്മൾ ആ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടാണ്. പോളാണ് നമ്മുടെ ഒറിജിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ പോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ റീഡിങ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പോളാണ് നമ്മുടെ ഒറിജിൻ. പോളിനെ തന്നെ വെർട്ടെക്സ് എന്നും പറയാറുണ്ട് കേട്ടോ, അത് ഓർത്തിരുന്നുള്ളൂ. അപ്പോൾ ലൈറ്റ് റേ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, വെർട്ടെക്സ് അല്ലെങ്കിൽ പോൾ എന്ന് തന്നെ പറയാം. പോളാണ് കേട്ടോ, വെർട്ടെക്സ് എന്ന് പറയേണ്ട, കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ വെർട്ടെക്സിന് തന്നെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. സോ അതായിരിക്കും നമ്മുടെ ഒറിജിനായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി എങ്ങനെയാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത്? ദ ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആർ കൺസിഡേർഡ് പോസിറ്റീവ് while those measured in the direction opposite to the incident light are taken as negative. അതാണ് കൺവെൻഷനലി റൂൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കൊരു കോൺകേവ് മിറർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, ഒരു പോൾ ഉണ്ട്, ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പോൾ ഇൻസിഡൻറ്റ് റേ വരുന്ന എവിടെ നിന്നാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെന്ന് പറഞ്ഞു. എന്താ ഈ റൂള് പറയുന്നത്? ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആർ കൺസിഡേർഡ് പോസിറ്റീവ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങടേക്ക്, അതായത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് എങ്കിൽ, ഈ ഡയറക്ഷൻ നമ്മൾ പോളിൽ നിന്നാണല്ലോ എപ്പോഴും റീഡിങ് എടുക്കുന്നത്. ഇപ്പോൾ ഫോക്കസ് ഇവിടെ വരുമ്പോൾ നമ്മൾ റീഡിങ് എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, കോൺകേവിൻ്റെ കേസിൽ. കോൺവെക്സിൻ്റെ കേസിൽ എന്താ, കോൺവെക്സ് നമ്മൾ വരച്ചിരുന്നു. കോൺവെക്സിൽ ഇങ്ങനെയാണ് വരുന്നത്, ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്തു, ഇവിടെയാണ് ഫോക്കസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ റീഡിങ് എടുക്കുന്ന ആ പോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടത് അല്ലേ, പോളിൽ നിന്ന്
അതായത് പോളിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കണ്ടേ, അതല്ലേ ഇൻസിഡന്റ് റേ വരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക്, ഇൻസിഡന്റ് റേ പോകുന്ന ഡയറക്ഷനിലേക്കാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് എങ്കിൽ അത് പോസിറ്റീവും, ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് എങ്കിൽ അത് നെഗറ്റീവും. ഇവിടുത്തെ കേസ് നോക്കാം, ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ്, നമുക്ക് റീഡിങ് എടുക്കേണ്ടത് എന്താ, പോളിൽ നിന്നല്ല റീഡിങ് എടുക്കേണ്ടത്, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേ, ഓപ്പോസിറ്റ് അല്ലേ. സോ while those measured in the direction opposite to the incident light are taken as negative. അതാണ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ. ഗ്രാഫിന്റെ ഒറിജിൻ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നെഗറ്റീവ്, റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ്, അത്രേ ഉള്ളൂ. ബട്ട് ആ റൂളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ദെൻ ഹൈറ്റ്സ് മെഷേർഡ് അപ്വേർഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് വൈൽ ദോസ് മെഷേർഡ് ഡൗൺവേർഡ് ആർ കൺസിഡേർഡ് നെഗറ്റീവ്. ഇനി ഈ ഇങ്ങനൊരു ആക്സിസ് നമ്മൾ പറഞ്ഞല്ലോ, മുകളിലേക്കും താഴേക്കും റീഡിങ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്ത് വിചാരിക്കുക, ഈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അത് HI ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ മുകളിലേക്കാണുള്ളതെന്ന് വിചാരിക്കുക, മുകളിലേക്കാണെങ്കിൽ അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി ചിലതിൽ ഇമേജ് ഇങ്ങനെ താഴെ ആയിരിക്കും ഫോം ചെയ്യുക, താഴേക്ക്. സോ അങ്ങനെ വരുമ്പോൾ ഇത് താഴേക്കല്ലേ, താഴേക്കുള്ള റീഡിങ് നമ്മൾ എന്താക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഹൈറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, മുകളിലേക്കാണ്, അപ്വേർഡ് ആയിട്ടാണ് വരുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്വേർഡ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടും, ഡൗൺവേർഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 2 റീഡിങ്സ് ആണ് എടുക്കാനുള്ളത്. ഒന്ന് ലെഫ്റ്റിലേക്കുള്ള റീഡിംഗ് ആണെങ്കിൽ നെഗറ്റീവ്, റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്. രണ്ടാമത് ഹൈറ്റ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്. അത്രേ ഉള്ളൂ. റൂളൊന്നും കാണാപ്പാടം പഠിക്കണമെന്നില്ല, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതിയാവും. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫോക്കസിന്റെ കേസിലേക്ക് വരികയാണ്. ഫോക്കസ് ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറർ. ഇപ്പോൾ കോൺകേവിൽ ഞാൻ പറഞ്ഞു, കോൺകേവില് ഇതാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ പോള്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഭാഗം. പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ആ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് റേ വരികയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, അതെല്ലാം കൂടി ഒരൊറ്റ പോയിന്റിലൂടെ കടന്നു പോകുന്ന പറഞ്ഞേ. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കസ് ആയിട്ട്, പ്രിൻസിപ്പൽ ഫോക്കസ് ആയിട്ട് പറയുന്നത്. ഇനി അവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്താ, പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ നമ്മൾ എടുക്കേണ്ട റീഡിങ്. അതായത് ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീഡിങ് എടുക്കേണ്ടത്. സോ അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നെഗറ്റീവ് ആണ്. സോ ഈ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഈ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. കോൺകേവ് മിററിനെ സംബന്ധിച്ച് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണ് എങ്കിൽ നമുക്ക് തൊട്ടടുത്ത കോൺവെക്സ് മിററിന്റെ കേസും കൂടി കൺസിഡർ ചെയ്യാം. നമ്മൾ എന്ത് പറഞ്ഞു, അവിടെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ലൈറ്റ് റേ വരുന്നത്. എന്ത് ചെയ്യും, തട്ടിയിട്ട് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അവിടെ തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകും. ദെൻ ഇതെന്ത് ചെയ്യും, അതും ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകും. ഇത് ഇങ്ങനെ വന്ന് ഇവിടെ തട്ടി ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇതെവിടെയും കൂട്ടിമുട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു പോയിന്റിൽ അതെല്ലാം വന്ന് കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ആ ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ. ഇനി വാല്യൂ മെഷർ ചെയ്യുന്ന എവിടുന്ന, പോളിൽ നിന്നാണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്. പോളിൽ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ നമുക്ക് മെഷർ ചെയ്യേണ്ടത് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ നമുക്ക് റീഡിംഗ് എടുക്കേണ്ടത്, ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യേണ്ടത്. സോ ഒരേ ഡയറക്ഷനിലാവുമ്പോൾ എന്തായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്, പോസിറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഫോക്കൽ ലെങ്ത് വരുന്നത്. ഓക്കെ, സോ കോൺവെക്സ് മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കോൺകേവിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളുക. കോൺവെക്സ് മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് വാല്യൂവും കോൺകേവിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. കോൺകേവിന്റെ കേസിൽ എന്താണ്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയാണ് എങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി അവിടെ നോക്കേണ്ടതുണ്ട്. ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോക്കൽ ലെങ്ത് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ ഒരു പോൾ ഉണ്ട്,
ദെൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇവ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത്, R ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ അതിനൊരു ഫോക്കസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ഉണ്ട്, ഫോക്കസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് എഫും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ ആറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാനുള്ളത്. ഫോർ എ സ്ഫെറിക്കൽ മിറേഴ്സ്, അത് കോൺകേവ് ആവട്ടെ കോൺവെക്സ് ആവട്ടെ, ഫോക്കൽ ലെങ്ത് ഈസ് ഹാഫ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. F ഈക്വൽ ടു R/2. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, റേഡിയസിന്റെ പകുതി ആയിരിക്കും. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. F ഈക്വൽ ടു R/2 ഓർ എങ്ങനെ പറയാം, R ഈക്വൽ ടു 2F എന്ന് പറയാൻ പറ്റും. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണ്. ക്ലിയർ ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ F ഈക്വൽ ടു R/2, R ഈക്വൽ ടു 2F എന്നും പറയാം. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, മറ്റേത് തിരിച്ചിടാൻ അറിഞ്ഞിരിക്കുക. R ഈക്വൽ ടു 2F, ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണ് എന്തെന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഈസ് 15 സെന്റിമീറ്റർ. Okay, focal length of a concave mirror is 15 centimeter. What is the radius of curvature? അതിന്റെ radius of curvature എത്രയായിരിക്കും എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നതും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ എന്താ പറഞ്ഞത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 2 times of റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 2 times ഓഫ് ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. R ഈക്വൽ ടു 2F എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. R ഈക്വൽ ടു 2F എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഈസ് 15 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. F ഈക്വൽ ടു 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. F ഈക്വൽ ടു 15 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R എത്രയാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര വരിക, R ഈക്വൽ ടു 2 × 15 എത്രയാ വരിക, 30 സെന്റിമീറ്റർ എന്നാണ് വരുന്നത്. ഓപ്ഷനിലുണ്ടോ നോക്കിയേ, 13 സെന്റിമീറ്റർ ഉണ്ടോ? ഇല്ല, -30 സെന്റിമീറ്റർ ആണല്ലേ. എന്താ അവിടെ ചെയ്യുന്നത്, നമ്മൾ മറ്റേ നമ്മുടെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തു. കോൺകേവിന്റെ കേസിൽ എന്താ, കോൺകേവിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയല്ലേ, നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, -30 സെന്റിമീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫോക്കൽ ലെങ്ത് കോൺകേവിന്റെ കേസിൽ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. സോ എന്താ വരിക, -30 സെന്റിമീറ്റർ എന്ന് വരും. ആൻസർ, കറക്റ്റ് ആൻസർ സി, -30 എന്ന് വരും. സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, അപ്പോൾ ഈ 20ക്ക് പകരം നിങ്ങൾക്ക് തരാണ് 30 സെന്റിമീറ്റർ തന്നു, ഇത് ഒരു 10 സെന്റിമീറ്റർ ഇതിങ്ങനെ തന്നു, ഒരു 15 സെന്റിമീറ്റർ തന്നു, ഇതൊരു -15 സെന്റിമീറ്റർ തന്നു എന്ന് കരുതാം. നമ്മൾ എന്താ ചെയ്യുക, 30 ഉണ്ട്, -30 ഉണ്ട്, 15 ഉണ്ട്, -15 ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, നമ്മുടെ കയ്യിൽ 15 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, R ഈക്വൽ ടു 2F എന്നാണ് നമ്മൾ ചെയ്യുക അല്ലേ. R ഈക്വൽ ടു 2F എന്താ വരിക, 2 × 15 അപ്പോൾ എന്ത് വരും, 30 എന്ന് കിട്ടും. നമ്മൾ ഒബ്വിയസ്ലി B ആണെന്ന് അസ്യൂം ചെയ്ത് B കറപ്പിക്കും. ആൻസർ തെറ്റിയില്ലേ, ആൻസർ എന്താ, -30 വരിക. കാരണം എന്താണ്, അവിടെ സൈൻ കൺവെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മൈനസ് ആണ്, കോൺകേവിൻ്റെ കേസിൽ നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻസ് തരുന്നുണ്ട് എങ്കിൽ സൈൻ കൺവെൻഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അതിനാണ് അടുത്ത പ്രോബ്ലം നോക്കുക. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് 40 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിററിനെ പറഞ്ഞിട്ടുള്ളൂ, കോൺകേവ് ആണോ കോൺവെക്സ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞു, R ഈക്വൽ ടു എന്താണ്, 2F ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 2 times ഓഫ് ദി ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് തന്നിട്ടുള്ളത്, R തന്നിട്ടുണ്ട്. R എത്രയാണ് തന്നിട്ടുണ്ട്, 40 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. R ഈക്വൽ ടു 40 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ F കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. F എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മൾ R ഈക്വൽ ടു 2F ആണ്. അങ്ങനെയാണെങ്കിൽ F ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, R/2 എന്ന് പറഞ്ഞൂടെ. സോ R എത്രയാണ്, 40/2 എത്രയാണ് വരിക, 20 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. 20 സെന്റിമീറ്റർ.
ക്ലിയർ ആണോ? സോ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ സോ 20 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇപ്പോൾ നോക്കാനുള്ളത്. റേഡിയസ് ഓഫ് കർവേച്ചർ, ഫോക്കൽ ലെങ്ത് തമ്മിലുള്ള റിലേഷൻ, എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സൈൻ കൺവെൻഷൻ വരുമ്പോൾ കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും ഒക്കെ ഫോക്കൽ ലെങ്ത്തിൻ്റെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ വരുന്ന കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. കോൺകേവിൻ്റെ കേസിൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. കോൺകേവിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അത് വെച്ചിട്ട് എങ്ങനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു.